രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി കൂജന്തം രാമ രാമേതി ആരുഹ്യ കവിതാം ശാഖാം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി സുഹൃത്തുക്കളെ, നമ്മളിന്ന് രാമായണ കഥാമാതിരി 13ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടു, ശരിക്കും എന്ത് നിയോഗത്തിന് വേണ്ടിയിട്ടായിരുന്നുവോ, എന്ത് ദൗത്യത്തിന് വേണ്ടിയിട്ടായിരുന്നുവോ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും ഈ ജന്മത്തിലെ പുത്രനായി പിറന്ന, അല്ലെങ്കിൽ അവരുടെ ഈ ജന്മം എന്ന് പറയുമ്പോൾ ദശരഥ മഹാരാജന്റെയും കൗസല്യദേവിയുടെയും പുത്രനായി പിറന്ന ശ്രീരാമചന്ദ്രദേവൻ എന്തിനാണോ വനയാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ടത്, ആ വനയാത്രയുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. മാരീച വിഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സീതാദേവിയുടെ നാവിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്തതായ വാക്കുകൾ, ഒരു ഭർത്തൃ സഹോദരന്റെ മുന്നിൽ പറയാൻ പാടില്ലാത്ത, അദ്ദേഹത്തിന് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വന്ന ഒരു സന്ദർഭം. അപ്പോ ഒരുപാട് പാഠങ്ങൾ, ഓരോ സംഭവങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ രാമായണം നമ്മെ പഠിപ്പിക്കുക. വെറുമൊരു രാമന്റെ യാത്രയായി അതിനെ കാണാൻ പറ്റും. രാമായണം നമ്മുടെ ജീവിതത്തിന്റെ യാത്രയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയാണ്. ഒരു രാമന്റെയോ ഒരു ലക്ഷ്മണന്റെയോ ഒരു സീതാദേവിയുടെയോ കഥയോ യാത്രയോ അല്ല. അത് ഓരോ മനുഷ്യന്റെയും, മാനവരാശിയിലുള്ള ഓരോരുത്തരുടെയും, ഓരോ അംഗത്തിന്റെയും കഥയാണെങ്കിൽ അതൊരു ജീവിതമാണ്, അതൊരു വഴിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഓരോ സന്ദർഭത്തിലും വ്യക്തമായി പറഞ്ഞു തരുന്നു. എപ്പോഴാണോ രാത്രി വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ പകലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ. ഇരുട്ട് വരുമ്പോഴാണ് പകൽ എത്ര വെളിച്ചമായിരുന്നു, ആരുടെയും സഹായമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് പോലെ രാമായണം രാമനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ രാവണനെ കുറിച്ച് പറയുന്നു. തീർച്ചയായും നന്മയെ കുറിച്ച് പറയുന്ന പോലെ തന്നെ തിന്മയെ കുറിച്ച് കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്? കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ മൂല്യങ്ങളിലേക്ക്. സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, കാരുണ്യത്തെക്കുറിച്ച് പറയുന്നത്, വാത്സല്യത്തെക്കുറിച്ച് പറയുന്നത് പകയിൽ നിന്ന് നമ്മൾ അകലാൻ വേണ്ടിയാണ്, വെറുപ്പിൽ നിന്ന്, ദ്വേഷത്തിൽ നിന്ന് നമ്മൾ അകലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദ്വന്ദ്വഭാവങ്ങൾ, രാത്രി പകലെന്ന് പറയുന്നത് പോലെ, സുഖ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് പോലെ, അങ്ങനെ രണ്ടിനെ പറഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിലേക്ക് നിനക്കെത്താനുള്ള വഴി എന്താണ് എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ്, ഉത്തമമായ തത്വശാസ്ത്രത്തിന്റെ പേരാണ്, വേദാന്ത ശാസ്ത്രത്തിന്റെ പേരാണ് രാമായണം. അതുകൊണ്ട് തന്നെ അത് വളരെ വേഗം ലാഘവ ബുദ്ധിയോടുകൂടി വായിച്ചു പോകേണ്ട ഒരു ഗ്രന്ഥമല്ല. വായിക്കുന്നത് മനസ്സിലിട്ട് അതിനെ ധ്യാനിക്കുക ആണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത്, അവസാനമായി കേട്ടത് എന്തായിരുന്നു? ലക്ഷ്മണനോട് പറയുന്ന ആ വാക്കുകളാണ്. ശരിക്കും ഗൂഢ ആലോചന ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് സീതാദേവി സംസാരിക്കുന്നത്. എങ്ങനെ? രാമനെ വനത്തിലയച്ച് ഭരതൻ രാജാവായി എന്നുള്ള ഒരു സങ്കല്പം സീതാദേവിയുടെ ഉള്ളിലുണ്ട് എന്ന രൂപത്തിലായിരുന്നു പറഞ്ഞത്. എന്താ പറഞ്ഞേ? രക്ഷോധാതിയിലത്രേ നീയുമുണ്ടായൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിയില്ലയല്ലോ, ഞാനിതൊരിക്കലും ഇത് കറ്റിയിട്ടില്ല. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ ഉണ്ടോ
ഭരതനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എന്താ, രാമന്റെ നാശം കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഭരതനുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഭരതൻ രാജാവുകയും രാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തതെന്നൊരു സങ്കല്പം സീതാദേവിയുടെ ഉള്ളിൽ ഉണ്ടെന്ന് അല്ലെ. ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരും അല്ലെ. പൊട്ടിത്തെറിക്കുമ്പോൾ പറയും പണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ അല്ലെ, പണ്ട് നീ ഇത് ചെയ്തില്ലേ എന്നൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ നമ്മൾ പറയും. ആരോടാണെങ്കിലും പറയും, അച്ഛൻ മക്കളോട് പറയും, അല്ലെ മക്കൾ അച്ഛനോട് പറയും, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ പറയും, ബന്ധുക്കൾ തമ്മിലൊക്കെ പറയും പണ്ടത്തെ കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ നേരത്തെ ഒന്നും പറയാതിരുന്ന ആ സീതാദേവി അല്ലെ ഇപ്പോൾ പറയുകയാണ് എന്താ, രാമന് നാശമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നീ എന്നുള്ള രീതിയിൽ ഭരതനെ കുറിച്ച് പറയുന്നു. കാമസിദ്ധ്യർത്ഥമകൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിത് നീയും രാമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ ന്യൂനം. അപ്പൊ നിന്റെ ഉള്ളിലുള്ള ഗൂഢത എന്താണ്, രഹസ്യം എന്താണ്, ഗോപ്യമായി വെച്ചിരിക്കുന്നത് എന്താണ്? എന്നെയും കൊണ്ടുപോകാൻ. അപ്പൊ ജ്യേഷ്ഠത്തെയായിട്ടുള്ള സീതാദേവിയെയും തട്ടിക്കൊണ്ടു പോകുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ ലക്ഷ്മണൻ ഭരതനുമായി ഗൂഢാലോചന നടത്തുന്നതൊക്കെയുള്ള കാടുകയറി പോവുകയാണ് സീതയുടെ മനസ്സ്. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഭരണോദ്ധിതനായ നിന്നെ സോദരബുദ്ധ്യ പരിചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷന് രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ. ഒരിക്കലും അല്ലെ, ഒരിക്കലും ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോയിട്ട്, അങ്ങനെ ഒരു സങ്കല്പം പോയിട്ട് ഒന്നും ഒരു തരി പോലും, ഒരു കടുകോളം പോലും അങ്ങനെ ചിന്തിക്കാത്ത അല്ലെ, നിഷ്കളങ്കതയുടെ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സഹോദരന് വേണ്ടിയ ഭ്രാതൃ സ്നേഹത്തിന്റെ ആ മൂർത്തിമദ്ഭാവമായി വിളങ്ങി നിൽക്കുന്ന ലക്ഷ്മണൻ. പ്രത്യേകിച്ച് പോരാ നേരം അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തിളച്ചുള്ളിലുമുണ്ട് അല്ലെ. എങ്ങനെ പെരുമാറണം, എങ്ങനെ ജ്യേഷ്ഠതയെ അമ്മയെ പോലെ കാണണം എന്ന് പറയുമ്പോൾ ആ അമ്മയായി കണ്ടുകൊണ്ടാണ് സംരക്ഷിക്കാനായിട്ട് കൂടെ നിന്നത്. അങ്ങനെയുള്ള ലക്ഷ്മണനോടാണ് ഈ കൊള്ളി വാക്കുകൾ അല്ലെ ശരിക്കും കാതിലേക്ക്. അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി അത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്, രാമായണം പറഞ്ഞത് രാമന്റെ കാതുകളിലേക്ക് ശൂലം കുത്തി കയറ്റുന്നത് പോലെ തോന്നി എന്നാണ്. എന്ന് പറയുന്നത് പോലെ ഉള്ള തീക്കനലുകളെല്ലാം കൂടെ കാതിൽ കോരിയിട്ടാൽ പോലും ഇത്രയും വേദനയും ഇത്രയും പ്രയാസവും ലക്ഷ്മണൻ ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊട്ടി പുനരവളോടുര ചെയ്ത. പെട്ടെന്നല്ലേ, ഇനിയും കേൾക്കാൻ കഴിയാതെ അസഖ്യമായതുകൊണ്ട് അത്രമാത്രം വേദനിച്ചുകൊണ്ടാണ് കാതുകൾ പൊത്തിയത്. നിനക്ക് നാശമെടുത്തിരിക്കുന്നത് പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാൻ. ഒരു നാശം വരാൻ നമ്മുടെ കർമ്മത്തിൽ നിന്നുള്ള അതിന്റെ പാവഫലം നമ്മൾ അനുഭവിച്ചേ തീരുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ നാശം എടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ലക്ഷ്മണൻ അവിടെ പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. യാതൊരു ഭാവഭേദവും ഇല്ലാതെ വീണ്ടും ഇങ്ങനെ വഴക്ക് പറയുകയാണ് ലക്ഷ്മണൻ. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്റെ ചണ്ടി ഗത്യന്തം ക്രൂരചിത്തം ആരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളി. മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകൾ കരവേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രി. എന്നിട്ടും നിനക്ക് വരാനുള്ളത് വരട്ടെ അല്ലെ, അത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എങ്ങനെയാ വരുന്നത്? ആ ജ്യേഷ്ഠനോടുള്ള സ്നേഹവും ആ ബഹുമാനവും ഒക്കെ ജ്യേഷ്ഠതയോട് കാട്ടി എന്താ പറയാ, വനദേവതമാരെ അല്ലെ, വനത്തിലായതുകൊണ്ട് ആ വനദേവതമാരെ നിങ്ങൾ സംരക്ഷിക്കണേ, എന്റെ ജ്യേഷ്ഠതയെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പരിപാലിച്ചു കൊള്ളണമെന്ന് ആരെന്നാ പറയുന്നത്? സീതയുടെ കാര്യമല്ല പറയുന്നത്, മനുവംശാധീശ്വര പത്നിയെ അല്ലെ. ആ മനുവംശത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഈശ്വരനായിട്ട് തിളങ്ങുന്ന അതിന് കേന്ദ്രബിന്ദുവായിട്ടുള്ള ആധാരമായ ഒരു ശുക്രനക്ഷത്രം പോലെ വിളങ്ങുന്ന ആ രാമനുണ്ടല്ലോ, ആ രാമന്റെ പത്നിയെ എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത്. ദേവിയെ ദേവകളെ പരമേൽപ്പിച്ചു. ഭാരം മുഴുവൻ തന്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഭാരം അല്ലെ അത് മുഴുവൻ ഏൽപ്പിച്ചു. കാരണം എന്തായിരുന്നു, രാമൻ പോയപ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചു. നോക്കിക്കൊള്ളണം, രാക്ഷസ വംശം ഒരുപാട് രാക്ഷസ കുല ജാതികൾ ഇവിടെ കറങ്ങി നടപ്പുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, പല രൂപത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്റെ ആ ഉത്തരവാദിത്വം കടമ നിർവഹിക്കുന്ന ലക്ഷണം. ആ സമയവും നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ സമയത്ത് പെരുമാറുക അല്ലെ? തിരിച്ചു പറയാൻ നമ്മുടെ നാവ് ഇങ്ങനെ എന്താ പറയുക പിടയ്ക്കും. ആ സമയത്തും ആ സീതാദേവിക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കിയിട്ടാണ് എവിടേക്ക് പോകുന്നു? പൂർവജൻ തന്നെ കാണാൻ. പൂർവം എന്ന വാക്കിന് രണ്ടർത്ഥം, സാധാരണ രണ്ടർത്ഥമുണ്ട്. പൂർവം എന്ന് പറയുമ്പോൾ കിഴക്ക് അല്ലെ, ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, ദക്ഷിണം തെക്ക് എന്ന് പറയുന്ന പോലെ, പശ്ചിമം പടിഞ്ഞാറ് എന്ന് പറയുന്നത് പോലെ. ഇവിടെ പക്ഷെ പൂർവജൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്നേക്കാൾ മുമ്പേ ജനിച്ചവൻ, ലക്ഷ്മണനേക്കാൾ മുമ്പേ ജനിച്ചവൻ എന്ന അർത്ഥമാണ്. പൂർവജൻ തന്നെ കാണാൻ സൗമിത്രി ആ ലക്ഷ്മണൻ നടന്നു. ആരെ കാണാനായിട്ട്? ജ്യേഷ്ഠനായിട്ടുള്ള സഹോദരനെ രാമനെ കാണാനായിട്ട് നടന്നു. അങ്ങനെ നമ്മൾ 13-ാം ദിവസത്തിലേക്ക് പോവുകയാണ്.
അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിയാനവരിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയെ ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ദശാസ്യൻ അല്ലെ, 10 ഹാസ്യങ്ങൾ മുഖമുള്ളതുകൊണ്ട് ദശാസ്യൻ എന്നാണ് രാമനെ പറയുന്നത്. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം സീതാദേവിയും വിനീതയായി സംഭൂജപത്യ ഫലമൂലാദികളും തത്വ സ്വാഗതവാക്യമുക്വ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നീടുക തപോനിധേ. ആരോ ഒരാൾ കാഷായ വേഷമൊക്കെ ധരിച്ച് വീട്ടിലേക്ക് ആ ഭർണാശ്രമത്തിലേക്ക് കടന്നു വന്നപ്പോൾ സീത എന്താ ചെയ്തത്? സീത പറഞ്ഞു, കയറി ഇരുന്നോളൂ, അല്ലെ കയറി ഇരിക്കൂ, വേണ്ടതായിട്ടുള്ളതെല്ലാം നൽകാം എന്നൊക്കെ പറയാം. ആരാണ് വന്നതല്ലേ? ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും കലിയുഗത്തിലായാലും ഈ 2025 ഇന്ന് 30 ജൂലൈ 30 ശരി, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് അപരിചിതനായ ഒരാൾ കടന്നു വന്നാൽ ചിലരെ നമ്മൾ ഗേറ്റിന്റെ വീടിന്റെ പ്രധാനമായിട്ടുള്ള മതിലുണ്ടെങ്കിൽ മതിൽ അല്ലെങ്കിൽ വേലിയുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പറഞ്ഞു വിടും. ചില ആൾക്കാരെ വീട്ടിലേക്ക് അയച്ചില്ല. ചിലരെ പൂമുഖത്തേക്ക് കടന്നു വരാനായിട്ട് അനുവദിക്കും. ചിലരെ നമ്മൾ പൂമുഖത്ത് തിണ്ണയിലോ അല്ലെങ്കിൽ മുറിയിലോ പൂമുഖത്തില് കയറ്റിയിരിക്കും അല്ലെ, സ്വീകരണ മുറി വരെ പ്രവേശനമുണ്ട്. ചിലരെ നേരെ കയറിയിട്ട് അടുക്കളയിലേക്ക് പോകാൻ സ്വാതന്ത്ര്യമുള്ള അടുക്കളയിലേക്ക് പോകും. അങ്ങനെ പല തലങ്ങളിലാണ് ആളുകൾ നമ്മുടെ ബന്ധങ്ങൾ. അപ്പോ ശരിക്കും വീടിന്റെ വാതിക്കൽ അല്ലെങ്കിൽ പഠിപ്പിന്റെ വാതിക്കലിൽ വെച്ച് തന്നെ പറഞ്ഞു വിടേണ്ട ആൾക്കാരെ ആ സമയത്ത് തന്നെ പറഞ്ഞു വിടണം. അതാണ് വേണ്ടത്. ഇവിടെ സീതാദേവിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിയോ അങ്ങനെയുള്ള വിവേകമോ ഒന്നും ഉണ്ടാകുന്നില്ല. എന്താ കാരണം? എന്താ? അത് അങ്ങനെ തന്നെ പറ്റുകയുള്ളൂ. അപ്പൊ എന്നിട്ട് പറയുന്നത് എന്താണ്? ഫലമൂലാദികൾ വന്ന് സൽക്കരിക്കുക. ആരാണെന്നറിയില്ല, എവിടെ നിന്നുള്ള ആളാണെന്നറിയില്ല, എന്തിനു വേണ്ടി വന്നു എന്നറിയില്ല, അതിന് സൽക്കരിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ആ വൈകല്യത്തെ ഇവിടെ രാമായണം കാട്ടിത്തരിക. ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധി. തപോനിധിയാണ് സ്വയം തീരുമാനിച്ചു. ആരാണെന്നറിയാം, സ്വയം തീരുമാനിച്ചു. കാഷായ വേഷം ധരിക്കുന്നവരെല്ലാം തപോനിധികളോ തപസ്വികളോ ശക്തിയുള്ളവരോ ഈശ്വരന് വേണ്ടി നല്ല ജീവിതം ഒഴിഞ്ഞു വെച്ചവരോ ആയുസ്സും തപസ്സും അതിനുവേണ്ടി സമർപ്പിച്ചവരോ ഒന്നും ആകണമെന്നില്ല. കാഷായ വേഷം പലർക്കും ജീവിക്കാനുള്ള മാർഗം. ഇന്നും അങ്ങനെയാണ്. ത്രേതായുഗത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്നും ഈ കലിയുഗത്തില് ഈ സമയത്തും അങ്ങനെ തന്നെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്ന് യഥാർത്ഥ തപസ്വികളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഭർത്താവ് വരുമ്പോൾ പ്രിയമെല്ലാം ചെയ്യും. അപ്പൊ ഭർത്താവ് വീടില്ല കേട്ടോ, എന്റെ ഭർത്താവ് വീടില്ലെന്നാ പറയുന്നത്. ഭർത്താവ് ഇപ്പോൾ വരുമെന്ന് പറയുന്നതിന് അർത്ഥം ഞാൻ ഇവിടെ തനിച്ചാണ്, ഭർത്താവും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് അയാളോട് പറയുക അല്ലേ. അപ്പോ പിന്നെ പറയാണ്, ശുക്രാഠാദിയും തീർത്തു വിശ്രമിച്ചാലും ഇവിടെ വിശ്രമിച്ചു എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നോളും. ദാഹവും വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് ഇവിടെ വിശ്രമിച്ചോളും. ഭർത്താവ് വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പൊ രാവണന് ഉറപ്പായി അല്ലെ, ഇവിടെ ഏകാന്തയായിട്ട് ഇരിക്കുക, ഏകയാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നൽകുക. ശത്രുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കഴിക്കാനുള്ളത് മാത്രമല്ല, പല രീതിയിൽ നമ്മളെ ആക്രമിക്കാനുള്ള സാധനം നമ്മൾ തന്നെ കൊടുക്കുക. പണ്ട് ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘം വരുമായിരുന്നു. ഈ കുറുവാ സംഘക്കാർ വന്നിട്ട് നമ്മുടെ വലിയ എന്താ പറയണ്ട സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്തുള്ള നമ്മൾ വളരെ പ്രാധാന്യം നൽകിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന വാതിലുകളുടെ അടുത്തേക്ക് അവർ വരത്തില്ല. അവർക്കറിയാം അത് ചവിട്ടിയാലും ഇടിച്ചാലും ഒന്നും പൊളിയത്തില്ല. അവർ നേരെ അടുക്കള വാതിലേക്ക് പോകും. അടുക്കള വാതിലേക്ക് ചെന്നിട്ട് അമ്മമാര് സഹോദരിമാര് എപ്പോഴും വെള്ളമൊക്കെ എടുത്ത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് ആ വാതിലൊക്കെ ദീർഘിച്ചിരിക്കുക. ഏത് വീട്ടിൽ ചെന്നാലും വാതിലുകൾ, അടുക്കള വാതിൽ ആരും ശ്രദ്ധിക്കട്ടെ, അടുക്കളയല്ലേ, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കണം. ഒന്ന് തള്ളിയാൽ താഴെ പോകുന്ന വാതിലുകളാണ്. അപ്പൊ ഈ കുറുവാ സംഘം വരുമ്പോൾ പോലീസ് പറഞ്ഞത് ഒരു കാര്യമുണ്ട്, എപ്പോഴും ഇവർ അടുക്കള വാതിലൂടെ, കാരണം അടുക്കള വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെട്ടുകത്തിയോ പാരയോ ഇരുമ്പൂടിയൊക്കെ വീട്ടുകാർ തന്നെ അടുക്കള വാതിലിനടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തൊന്ന് തള്ളിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് വിടർത്തിയാൽ മതി, വാതിൽ തുറന്നു വരും എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള നാശത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. സീതാദേവിയുടേത് കാട്ടിത്തരികയാണ്. അപ്പൊ രാവണൻ അപ്പൊ പറയുകയാണ്, കമലവിലോചനേ കമനീയാംഗിനി ചൊല്ലിടൂതി കവിതാവാരെന്നതും നിഷ്ഠുരജാതികളം രാക്ഷസാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്ത് ഒരായുധമാണികളും ഇല്ലല്ലോ സഹായമായി. എന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും. നീ ആരാണ് അല്ലെ, താൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. നീ ആരാണെന്ന് ചോദിക്കുക. ഒരാൾ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരിക, ഇന്ന ആവശ്യത്തിന് വേണ്ടി വരിക, ഇന്ന ആളെ കാണാൻ വരിക, പരിചയപ്പെടുത്തണം. ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തും. അതിനുമുമ്പേ സീതാദേവിയോട് ചോദിക്കുമ്പോൾ സീതാദേവി എന്ന് പറഞ്ഞു പതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ കഥ പറയുക. ആരാണ് രാമൻ അല്ലെങ്കിൽ ദശരഥൻ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്
ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടി വനത്തിൽ വന്നു, ആ കഥ മുഴുവൻ പറയാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. 14 ആണ്ട് കഴിവോളം വേണം താനുമതിന് പാർട്ടിയിടുന്നു സത്യമെന്നറിഞ്ഞാലും എന്തിനു വഴിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനായിടുന്നല്ലേ ചൊല്ലേണം പരമാർത്ഥം. ഈ വൈകി വന്ന വിവേകം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോഴാണ് സീതാദേവിക്ക് തോന്നിയതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ്, ആരാണ് അങ്ങ് എവിടുന്ന വരുന്നതെന്നൊക്കെയുള്ള ചോദ്യം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാല പങ്കജവിലോചനെ പഞ്ചബാണാദിവാസേ പൗലസ്ത്യതനയനം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. ഈ 3 ത്രിലോകത്തിൽ വെച്ച് എന്നെ അറിയാത്തവരെ ആരുമില്ല, എല്ലാവരും എന്നെ അറിയും, പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് രാവണ പറയുന്നത്. നിമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞി ഞാൻ നിന്മൂലമതിഞ്ഞു നീ പോരേണം മയാസാകം. നീ എന്റെ കൂടെ പോരണം, കാരണം നിന്നിലുള്ള ആഗ്രഹം, നിന്നെയെങ്കിൽ ഞാൻ വല്ലാതെ മോഹിച്ചു പോയതുകൊണ്ട് നീ എന്റെ കൂടെ വരണം. നിന്മൂലമതിഞ്ഞു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം. എന്നിട്ട് തന്റെ അഭിമാനം 3 ലോകങ്ങളിലും തന്നെ അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ രാവണൻ പിന്നീട് പറയുന്നത് എന്താണ്? ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. വാനോർ നാട്ടിലും ദേവലോകത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്റെ നാട്. ആ ലങ്കയെ കുറിച്ച് പറയാണ്. കിങ്കരനായേ തവലോക സുന്ദരീനാഥേ ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. കിങ്കരനായേ തവ ലോകസുന്ദരീനാഥ്. നിന്റെ സേവകനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരോടാ? സീതയോട് പറയാം. താപസവേഷം പൂണ്ട രാമനാൽ എന്ത് ഫലം. രാമനെ കൊണ്ട് എന്താ കാര്യം? താപസ വേഷമല്ലേ ധരിച്ചിരിക്കുന്നത് അല്ലെ? ഈ എന്താ പറയേണ്ടത്, ജീവിതത്തിന്റെ ലൗകികമായ സുഖങ്ങൾ, ഭോഗസുഖങ്ങൾ അതൊന്നും ആശ്രയിക്കാൻ, അതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ആ രാമനെ കൊണ്ട് വല്ല കാര്യമുണ്ട്? സുന്ദരി. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ആദ്യം തന്നെ രാവണ പറഞ്ഞ വാക്ക് തന്നെ കമല വിലോചനെ അല്ലെ? ഇച്ചിരി ഒന്ന് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലെ? അതുകൊണ്ട് കമല വിലോചനെ, ആ കമലതളുകൾ പോലുള്ള മനോഹരമായ കണ്ണുകളോടുകൂടിയ കമനീയമായ ശരീരത്തോടു കൂടിയവളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവണൻ സംസാരം തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ നിന്റെ ദാസനാണ്. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ട് കാട്ടിൽ ഇങ്ങനെ വസിക്കണ്ടേ. ശരണാഗതനായോരെന്നെ നീ പതിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ മുതിച്ചാലും ഞാൻ ഇപ്പൊ നിന്റെ കാൽച്ചുവട്ടില്ല. നിന്റെ കാൽച്ചുവട്ടിൽ വന്ന് നിൽക്കുന്ന എന്നെ നീ സ്വീകരിച്ചാല് ഈ ലോകത്തിന്റെ കാടെന്ന് പറയുന്ന ആ ഒരു അവരുദ്ദേശിക്കുന്ന ലോകം, ആ ലോകത്തിലെ മുഴുവൻ സുഖങ്ങൾ നിനക്ക് ഭുജിക്കാൻ ആസ്വദിക്കാൻ സാധിക്കും എന്ന് സീതാദേവിയോട് പറയാം. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചൊന്നാൾ മന്ദം കേവലം അടുത്തതു മരണം നിനക്കിപ്പോൾ. ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നെ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനി പതിമമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. കാരണം അപ്പം ഒരു ഭയം, ഉള്ളിലൊരു ഭയമായി. ഇത്രയും നേരം താമസവേഷത്തിൽ ഇരുന്ന ആളിന്റെ മനോഗതങ്ങൾ അറിഞ്ഞപ്പോൾ വാക്കുകളിലൂടെ ഒരാളെ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ? താമസവേഷം, പക്ഷെ വാക്കുകളിലൂടെ എന്താണ് അന്തർഗതം, എന്താണ് ഉള്ളിലിരിപ്പ് എന്ന് മനസ്സിലായപ്പോൾ സീതാദേവിയുടെ മട്ടും ഭാവവും മാറി തുടങ്ങി, വാക്കുകൾ മാറി തുടങ്ങി. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവെ രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് ന്യൂനം. നിന്റെ വാക്കുകൾ, ഈ വാക്കുകൾ തന്നെ മതി. എന്താണ്? രാമനിങ്ങി വന്നു കഴിഞ്ഞാൽ ആ ശരമേറ്റിട്ട് നീ ഇവിടെ നിഗ്രഹിക്കപ്പെടും, കൊല്ലപ്പെടും എന്നുള്ള കാര്യം പറയാം. ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് ന്യൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ട് രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിധം ദശാനനം വിംശതി മഹാഭുജം. ശരിക്കും മഹാഗിരി പോലെ, ആ പർവ്വതം പോലത്തെ തന്റെ യഥാർത്ഥ താപസവേഷകൻ മാറ്റി അല്ലെ? ശൂർപ്പണക വന്നത് എങ്ങനെയായിരുന്നു? കാമിനിയായിട്ട് അല്ലെ? കാമരൂപിണി. ആവശ്യമുള്ളപ്പോൾ ആഗ്രഹം പോലെ രൂപം ധരിക്കാനും മാറാനും കഴിവുള്ളവർ, അതാണ് കാമരൂപിണി. അങ്ങനെയുള്ള ശൂർപ്പണയെ അങ്ങനെയാണ്, താടകയും ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ പെട്ടെന്ന് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അരിമാറി ഈ രാവണൻ മാറിയപ്പോൾ അതൊരു വലിയൊരു പർവ്വതത്തെ പോലെയാണെന്നാണ് പറയുന്നത്. തന്നുടെ രൂപം നേരെ കാട്ടിയ മഹാഗിരി സന്നിപം അല്ലെ? സന്നിപം പോലെ, മഹാഗിരി പോലെ, മഹാപർവ്വതം പോലുള്ള ആ ഒരു ദശാനന്റെ 10 തലകളുള്ള ആ രാവണൻ തന്റെ രൂപം കാട്ടി. പിന്നെയോ വിംശതി മഹാഭുജം, 10 തലകൾ മാത്രമല്ല 20 കൈകളാണ് അല്ലെ? 10 തല മാത്രമല്ല, 20 കൈകൾ ഇങ്ങനെ വിടർന്നു. അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ ആ ഒരു ഇന്നലെ നമ്മള്
ശൂർപ്പണയെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു അഞ്ജന പർവ്വതം അല്ലെ, ഒരു കറുത്തൊരു പർവ്വതം വന്ന് വീഴുന്നത് പോലെ, ആ പർവ്വതത്തിൽ നിന്ന് 5-6 രക്തപ്പുഴകൾ ഒഴുകി വരുന്നത് പോലെ അങ്ങനെയാണ് രാവണന്റെ മുന്നിൽ വന്നത്. ഇവിടെ അതേപോലെ ഉള്ളൊരു രൂപം, സ്വരൂപമാണ് യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം. പറയുന്നത് അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ, പെട്ടെന്ന് അഞ്ജന അഞ്ജസ എഴുത്തച്ഛന്റെ ദ്വിതീയാക്ഷരപ്രാസം ആദ്യാക്ഷരപ്രാസമൊക്കെ നമുക്കിവിടെ കാണാം. അഞ്ജനം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്തത് അഞ്ജസ. വളരെ വേഗം ഭയപ്പെട്ട് അനദേവതമാരെ ഒക്കെ വിളിക്കുക. രാഘവ പത്നിയെയും തേരതിലെടുത്ത് വെച്ച് ആകാശമാകെ ശീഘ്രം പോയത് ദശാസൻ. താമസമൊന്നും ഉണ്ടായില്ല, ഒരു സംഭവം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട, കാത്തുകാത്തിരിക്കേണ്ട. പെട്ടെന്ന് സീതയും എടുത്തുകൊണ്ട് ആകാശമാകെ പോവുകയാണ് ആ തേരില്. ആഹാ രാഘവ രാമസൗമിത്രേ കാരുണ്യാദേ ആഹാ മമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനും സത്വരമുത്താനം ചെയ്തെത്തിനാൻ. ആരെത്തിയത്? പക്ഷീന്ദ്രനായിട്ടുള്ള. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അല്ലെ, ഒരു മഹാസത്വത്തെ കണ്ടപ്പോൾ ഏതോ രാക്ഷസനാണ് ഇവിടുത്തെ നമ്മുടെ മുനിമാലയൊക്കെ ഭക്ഷിച്ച് കിടക്കുകയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ആ വാളിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് ആവശ്യപ്പെട്ട് അടുത്തു വന്ന് പറഞ്ഞു, അല്ല ഞാൻ വയസ്യൻ നിങ്ങൾ പിതൃ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. ഞാൻ ജടായുവാണ്, അച്ഛന്റെ സുഹൃത്താണ്, ഞാൻ ഭക്തനാണ്, കൊല്ലേണ്ടവനല്ല അല്ലെ, ഹന്തവ്യമല്ല അഹം, ഞാൻ ഒരിക്കലും കൊല്ലേണ്ടവൻ വധിക്കപ്പെടേണ്ടവനല്ല എന്നൊക്കെ പരിചയപ്പെട്ടു. ഇതാ ഇവിടെയോ ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്താനം ചെയ്തെത്തി ഞാൻ ജടായു. ഇഷ്ടദിഷ്ടാഗ്രേമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് ഇവിടേക്ക് പോകുന്നു മൂടാത്മാവേ. അദ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. യാഗശാലയില് നായ്ക്കൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അവിടെ പ്രവേശനമില്ല. അതേപോലെ ഇവിടെ യാഗശാലയിൽ വന്നിട്ട് അവിശ്വം മറ്റും എടുത്ത് എന്താ പറയണ്ടേ, ഈ നായ്ക്കളുണ്ടല്ലോ, നായ്ക്കൾ വന്ന് എടുക്കുന്നത് പോലെ എന്റെ യജമാനന്റെ എന്റെ സ്വാമി പത്നിയെ നീ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ജടായു ചോദിക്കുക. പദ്ധതി മധ്യേ. അപ്പോ നേരത്തെ രാമൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഈ പഞ്ചവടി പ്രദേശത്ത് ഇവിടെ തന്നെ എന്റെ അടുക്കൽ തന്നെ കഴിഞ്ഞിരുന്നുള്ളൂ, നിനക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ആ ജടായു ദൂരേക്ക് പോകാൻ അടുത്ത് തന്നെയാണ് വസിച്ചത്. അതുകൊണ്ടാണ് രാവണൻ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് സീതാദേവിയെ കാണാനായിട്ട് ആ ജടായു കഴിയുന്നതും ജടായു എതിർക്കുന്നു. ജടായു എത്രത്തോളം എതിർക്കാൻ പറ്റും, പക്ഷെ തന്റെ പ്രാണൻ പോകുന്നത് വരെ എതിർക്കാനാണ് ജടായു തീരുമാനിച്ചത്. നമ്മളാണെങ്കിൽ ഓടി രക്ഷപ്പെടും, പക്ഷെ ജടായു അങ്ങനെ ആയിരുന്നില്ല. പദ്ധതി മധ്യേ പരമോധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു രുദ്രരാജനെ പോലെ ഗന്ധവൈരത്തോടതി ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. ഈ പക്ഷിരാജനായിട്ടുള്ള കഴുകനാണ്, കഴുകരാജൻ എന്നാണ് ജടായുവിനെ പറയുന്നത്. അങ്ങനെയുള്ള ഈ ജടായു ആ സമയത്ത് എഴുത്തച്ഛൻ പറയുന്നത് ഒരു പർവ്വതരാജനെ പോലെയായി മാറി എന്നാണ് പറയുന്നത്. പർവ്വതരാജൻ അതിന്റെ കഴുത്തും കൈകളൊക്കെ കാണുമ്പോൾ ഒരു പർവ്വതരാജനെ പോലെ തോന്നിച്ചു. എന്നിട്ട് യുദ്ധം തുടങ്ങി രാവണൻ കണ്ടു. നോക്കണേ, അബ്ദിയും പത്രാനി ലക്ഷുബ്ധമായി ചമയൂന്നി അഗ്നികളിലതൊന്നും വിദ്രുതമത് നേരം. ശരിക്കും സാഗരം, കടലും പർവ്വതങ്ങളൊക്കെ ഇളകുന്ന പോലുള്ള ഒരു യുദ്ധമാണ് ശരിക്കും അവര് തമ്മിൽ നടന്നത്. കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ട തീഷ്ണതുണ്ടാഗ്രം കൊണ്ട് തേട്ടടം തകർത്തിത് കക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങള്. നിസ്സാരമായിരുന്നില്ല ജടായുവിന്റെ സമരം, അല്ലെങ്കിൽ ജടായുവിന്റെ ഏറ്റുമുട്ടൽ. ജടായു ആക്രമിക്കുക എന്ന് പറഞ്ഞാല് ആ പേര് രഥം തകർത്തു കളഞ്ഞു, അശ്വങ്ങളെ കൊന്നുകളഞ്ഞു. രാവണന്റെ മുഖത്ത് വരെ ആ എന്താ പറയുന്നത് കാലുകളിലേക്കുള്ള നഖമുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ആനനം മുറിഞ്ഞു മുഖം രാവണന്റെ. നല്ല രീതിയിലാണ് പ്രതിരോധിച്ചത്. കർഷണം കൊണ്ടുപോന്ന് വീട്ടിനാൻ അശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റും രാക്ഷസ പ്രകരനും ചഞ്ചലമുണ്ടായി. ശരിക്കും ചിറകടിയില് രാവണനും അത് ഏൽക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടങ്ങിതെന്നാർത്തിവും ഇഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ രാത്രി ബുദ്ധിയെ തത്ര രാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസം വിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാൻ അക്ഷരനായിട്ടവൻ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ പക്ഷങ്ങൾ, പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് പക്ഷിയാകുന്നത്.
പക്ഷങ്ങൾ പറക്കാനായിട്ട് ആകാശത്ത് ഖഗം എന്ന് പറയും. ഖഗം എന്ന് പറഞ്ഞാലും പക്ഷി, ആകാശത്തിൽ പറന്നു നടക്കുന്നതുകൊണ്ട് ഖഗം എന്ന് പറയും. എന്ന് പറയുന്ന പോലെ പക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് ചിറക് തിരിച്ചാണ് ആകാശത്തിൽ പറക്കാനായിട്ട് പക്ഷികൾ. പക്ഷെ രണ്ട് ചിറകുകളും രാവണൻ തന്റെ ചന്ദ്രഹാസം, പ്രശസ്തമായ അല്ലെ ആ ചന്ദ്രഹാസം എടുത്ത് മുറിച്ചു നീക്കി എന്നാ പറയുന്നത്. പക്ഷി നായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇച്ചിരി തന്നെ വീണാൻ. അക്ഷത്തിന് ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഭൂമിയിൽ വീണുപോയി നായകൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്രത്തോടും ദക്ഷിണ ദിക്ക് നോക്കി മറ്റൊരു തേരിൽ കയറി തെറ്റെന്ന് നടകൊണ്ടാൽ. എന്തും സാധിക്കാൻ കഴിവുള്ളവനാണ്. അപ്പൊ മറ്റൊരു തേരിൽ കയറിയിട്ട് തെക്ക് ദിക്കിലേക്ക് നോക്കിയിട്ടാണ് യാത്ര പോയത്. മറ്റാരും പാലിപ്പാലിൽ കുറ്റവരായിട്ടെന്നോർ തെറ്റിച്ചു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കട്ടാവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായി എന്ന്. ആ സമയത്ത് ഈ ജഡായുവിനെ കുറിച്ച് നേരത്തെ കണ്ടിരുന്നു, അതുകൊണ്ട് അറിയാം. ജഡായുവിനോട് പറഞ്ഞു, നിന്റെ ജീവൻ ഇപ്പം ശരിക്കും മൃതപ്രായന, പക്ഷെ മരിച്ചിട്ടില്ല, ഏത് നിമിഷം വേണം മരിക്കാനുള്ള അവസ്ഥ കിടക്കാം. അപ്പൊ സീതാദേവിയുടെ ഒരു വരം ആ ജഡായു കിട്ടുകയാണ്. എപ്പോഴാണ്? എന്റെ പതിയെ കണ്ട് ഈ വിവരം അറിയിക്കുന്നത് വരെ നിനക്ക് ആയുസ് ഉണ്ടാവും എന്ന് സീതാദേവി അറിയാം. ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞ ഉത്തമനായ നിന്റെ ജീവനും പോകാൻ, അതുവരെ നിന്റെ ജീവൻ നിലനിൽക്കട്ടെ. പൃഥ്വിപുത്രിയും പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിപുത്രിയായ സീത വരം പത്രിരാജന് നൽകി. ആ പുത്ര ഇത്രയൊക്കെ എഴുത്തച്ഛന്റെ ഒരു കളികളാണ്, സാഹിത്യ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി. പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി പൃഥ്വി മണ്ഡലം അശ്വമേൽ പോട്ടുപോയ പിന്നെ ഒന്നും കാണുന്നില്ല. അങ്ങ് രാവണന്റെ ആ രഥം അങ്ങ് പാഞ്ഞുപോയി. അയ്യോ രാഘവ ജഗന്നായകദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥേ. രക്ഷോ നായികൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരും ഇല്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദയാനിധേ. രാമ ആത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിയിലേവിയും എന്നെ വെടിഞ്ഞാളിരുകാലം പ്രാണവല്ലഭ പരിഭ്രാമിമാം ജഗത്പദേ. ആ സമയത്താണ് പ്രാർത്ഥന. മറ്റാരും രക്ഷയ്ക്കില്ലെന്ന് അറിയുമ്പോഴാണ് എന്റെ അമ്മയല്ലാതെ എനിക്ക് ആരുമില്ലാന്ന്. അത്രയും നാൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മാവനുണ്ട്, കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, പല ബലങ്ങളുണ്ട്. അവസാനം അല്ലെ ആ ഗജേന്ദ്രന് തോന്നി എല്ലാവരും ഉണ്ട്. അവസാനം എല്ലാവരും വിട്ടിട്ട് പോയി. ഓരോ തവണ മറ്റുള്ളവർ പിടിച്ച് വലിക്കാനായിട്ട് കരയിലേക്ക്, ഭാഗവതം പറയുന്ന കഥയാണല്ലോ ഗജേന്ദ്ര വംശം, പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നതോറും ആ ചെളിയിലേക്ക് ആണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. അവസാനം തല മാത്രമാകുന്ന അവസ്ഥയിലെത്തി. അതിനുമുമ്പേ സുഹൃത്തുക്കൾ പോയി, അതിനുമുമ്പേ ബന്ധുജനങ്ങൾ പോയി, ഉറ്റബന്ധുക്കൾ പോയി, എല്ലാവരും പോയി. അവസാനം ഒറ്റക്കായി. അപ്പോഴ് വിളിക്കും. അപ്പൊ ഓർമ്മ വരും ആ പാണ്ഡ്യരാജാവായിട്ടുള്ള ഇന്ദ്രദുമ്നന്. അപ്പോൾ ഓർമ്മ വന്നു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഭഗവാനെ വിളിച്ചല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു താമരെടുത്ത് അർച്ചിച്ചുകൊണ്ട് വിളിച്ചു. ഭഗവാനെ വിളിച്ചപ്പോഴാണ് ഭഗവാൻ സുദർശൻ ചക്രമായിട്ട് പാഞ്ഞു വന്നത്. ആ വായുവേഗത്തിൽ വന്നിട്ട് ആ മുതലയുടെ എന്താ പറയണ്ട വായ കഴുത്ത് അർത്ഥം മാറ്റുന്നത്. ഇവിടെ അതേപോലെ സീതാദേവിയുടെ പ്രാർത്ഥന. എപ്പോഴാണ് പ്രാർത്ഥന? ഇനി മറ്റാരും ആധാരമില്ല, ഇനി രക്ഷിക്കാൻ ആരും വരില്ല അല്ലെ. ആ സമയത്ത് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, വേറെ ആരുമില്ല. ചിത്തവേഗേന നടന്നിടിഞ്ഞാൻ അത് നേരം പൃഥ്വിപുത്രിയും
കീഴ്പോട്ടാശ് നോക്കുന്ന നേരം രഥം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലേക്ക് താഴേക്ക് നോക്കും. ആകാശത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭൂമി താഴെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഗ്നിനാഥ അഗ്രേ കണ്ടു, പർവ്വതത്തിന്റെ അഗ്രഭാഗത്തായിട്ട് കണ്ടു. പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചുതൻ ഉത്തരീയാത കണ്ഠം കൊണ്ട് ബന്ധിച്ചു. രാമഭക്തനെ കാണാൻ യോഗം വരികൻ നഗതാരി സ്മൃത്വാകീഴ്പോട്ട് നിക്ഷേപിച്ചിരു സീതാദേവി. ആ സമയത്ത് പെട്ടെന്ന് സീതാദേവിക്ക് വൈകി വന്ന വിവേകം എന്നൊക്കെ പറയുന്ന പോലെ നേരത്തെ തോന്നേണ്ട സമയത്ത് തോന്നിയില്ല. ഇപ്പോൾ എവിടുന്ന ഒരു വിവേകം തോന്നി. എന്താ? പെട്ടെന്ന് തന്റെ ഉത്തരീയത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ തുണി എടുത്തിട്ട് എന്ത് ചെയ്തു? ധരിച്ചിരുന്നതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ആഭരണങ്ങളെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് താഴെ കാണാൻ പറ്റി പഞ്ചവാനരന്മാരെ 5 വാനരന്മാർ നിൽക്കുന്നതുകൊണ്ട് അവിടേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടൊന്നും അറിയാതെ രാവണൻ ഇതറിയില്ല, യാത്ര തുടർന്നു. അബ്ധി ബുദ്ധി തൻ പത്തനാംഗത്വാദൂർണം ശുദ്ധാന്തമന്ത്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലെ മഹാശിംശപാ തരുമലേ ഹൃദയമാരായ നിജരക്ഷോ നാരികളെയും ബുദ്ധിയും പാലിച്ചുകൾ ഉറപ്പിച്ചു തന്റെ വസ്ത്യമുൾപുക്ക് വസിച്ചിടി ഞാൻ. അവിടെ എത്തിയിട്ട് ശിംശിവ അവസ്ഥ വീട്ടില് മറ്റുള്ള രാക്ഷസികളെ മറ്റുള്ളവരുണ്ടല്ലോ അവരെയെല്ലാം സീതാദേവിയെ സംരക്ഷിക്കാനായിട്ട് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് തന്റെ ഭവനത്തിലേക്ക് വസതിയിലേക്ക് കടന്നുപോയി രാവണൻ. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ട് സപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയാം ബഹുയാമിനീചര കുലനാരികളുടെ മധ്യേ. യാമിനീചര നിശാചരി, രാത്രികളിൽ എപ്പോഴും രാത്രികളെ സഞ്ചരിക്കാനാണ് അവർക്ക് കൂടുതൽ. അതുകൊണ്ട് നിശാചരി എന്നാ പറയാം. അങ്ങനെയുള്ളവർക്കിടയിൽ നീഹാര ശീത തപ വാത പീഡയും സഹിച്ച് മഞ്ഞും മഴയും വെയിലും എന്ന് വേണ്ട എല്ലാ കാലാവസ്ഥയുടെ പീഡനങ്ങളും ഏറ്റുകൊണ്ട് സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ഉപവാസം പോലെ അവിടെ ദിവാരാത്രം രാത്രി പകലെന്നില്ലാതെ ലങ്കയില് വസിക്കുകയാണ് സീതാദേവി. ഞാൻ ആലോചിക്കുകയും താൻ അല്ലെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടണമെന്ന് രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടുകൊള്ളക്കാരന്റെ ഭാര്യ പറഞ്ഞത് ഇവിടെ സീതാദേവിയുടെ അനുഭവിക്കുക. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം ആരിജാസുരനെയ്തു കൊന്നു. ക്യാമറ മാറുകയാണ്. സീതാദേവിയിൽ നിന്ന് അല്ലെ ലങ്കയിലേക്ക് വന്ന ക്യാമറ ഇനി രാമന്റെ അടുക്കലേക്ക് മാറുകയാണ്. വേഗേന നടകൊണ്ടാനാശ്രമം ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. കാട്ടിൽ പോയതാണ് അല്ലെ, പൊന്മാനിനെ പിടിക്കാനായിട്ട് പോയതാണ്. തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ് രാമൻ. ആഗമക്കാതലായ രാഘവൻ തിരുവടി. ആഗമം വേദത്തിന്റെ കാതലായ കഴമ്പായ അതിന്റെ എല്ലാമായ ആ രാമൻ എന്ത് ചെയ്യാണ്? ആശ്രമത്തിലേക്ക് നടക്കുകയാണെന്ന് പറയാം. ബാലകൻ പരവീക്ഷ ദൂരവേ കാണായിരുന്നു ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ. ലക്ഷ്മണൻ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ രാമൻ തിരിച്ചെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരത് കണ്ടിട്ടില്ല. ഇത്ര സമയമായിട്ടുള്ളൂ. ഇതിനിടയിലാണ് ഇത് മുഴുവൻ സംഭവിച്ചത്. ഈ സീതാദേവി പറഞ്ഞ വാക്കുകൾ കേട്ട് വനദേവതമാരെ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു, രക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ അവിടെ നിന്ന് രാമന്റെ അടുക്കലേക്ക് ലക്ഷ്മണൻ പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ച് രാമൻ ഇവിടേക്ക് എത്തിയെങ്കിലും ഇവർ തമ്മിൽ കണ്ടില്ല. ആ ചെറിയ ഒരു സമയത്തിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു വലിയ കാര്യങ്ങൾ ദുരന്തങ്ങളൊക്കെ വരാൻ വേണ്ട അധികം സമയം കാത്തിരിക്കേണ്ട, നിസ്സാര സമയം ക്ഷണനേരം കൊണ്ടാണ് സംഭവിക്കുക. ലക്ഷ്മണനേതു പറഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരും. അപ്പൊ ലക്ഷ്മണൻ വരുന്നുണ്ട് തന്റെ അടുക്കലേക്ക്, കാട്ടിലേക്ക് വരുന്നു. അപ്പൊ രാഘവൻ അത് കാണുന്നു. അപ്പോൾ ഇതെല്ലാം അറിയുന്ന രാമൻ മനുഷ്യനായിട്ട് ഇവിടെ മനുഷ്യനായി വന്നതാ. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന രാമൻ എന്താ ചെയ്തത്? ഈ കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരും. ഈ കഥയൊന്നും അറിയാത്ത ലക്ഷ്മണനെ ശരിക്കും താൻ വഞ്ചിക്കുകയാണ്, പറയാതിരിക്കുകയാണ്. രക്ഷോനായകൻ കണ്ടുപോയതുമായ സീത ലക്ഷ്മീദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിക്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? മായാസീതയാണ് മാത്രമേ രാവണൻ കൊണ്ടുപോയുള്ളൂ. അഗ്നിയിൽ വസിച്ചോളുക. എപ്പോഴാണോ ഈ രാവണനെ കൊണ്ട് തിരിച്ചെത്തുന്നത് അത്രയും കാലം അഗ്നിയിൽ കഴിഞ്ഞോളുക എന്ന് നേരത്തെ തന്നെ രാമൻ പറഞ്ഞിരുന്നു. അപ്പൊ രാമനറിയാം. പക്ഷെ പാവം ലക്ഷ്മണന് ഇതൊന്നും അറിയത്തില്ല. ലക്ഷ്മണന് നാടകത്തിന്റെ അന്തർനാടകങ്ങൾ അറിയാത്തതുകൊണ്ട് ലക്ഷ്മണൻ വളരെ വിഷമിച്ചാണ്. ദുഃഖിച്ചുകൊള്ളൂ ഞാനും. ഭഗവാൻ പറയാം, ഞാനും ദുഃഖിക്കണം. കാരണം ലക്ഷ്മണന് മുന്നിൽ ദുഃഖിക്കാതെ, ഭാര്യ നഷ്ടപ്പെട്ട് ദുഃഖിക്കാതിരുന്നല്ലോ അല്ലെ. നമ്മൾ ചില കാര്യങ്ങൾ കാരണം വീട്ടിൽ ചെന്ന കരയണം, അങ്ങനെയൊക്കെ അല്ലേ. ആരും ഇടാൻ പാടില്ല. അങ്ങനെ കുറെ നാട്ടാചാരങ്ങളുണ്ട് നമ്മുടെ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പാലിച്ചില്ലെങ്കിൽ ഇവരിത് മനുഷ്യനാന്ന് ചോദിക്കും. അപ്പൊ മനുഷ്യനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയത്തുമില്ലല്ലോ. അപ്പൊ ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കേണ്ടി തന്നെ തിരൻ നാശുപോയി ചെല്ലാമല്ലോ രക്ഷോ നായകരുടെ രാജ്യത്തിൽ.
എന്നാൽ പിന്നെ തക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാൾ സീതയെ സത്യവ്യാജ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു നിൽച്ചാലും ഭൂമിയിൽ വസിച്ചിടം. ഇതെല്ലാം മനോമുഖത്തിൽ ഉണ്ട്. നല്ല കാര്യങ്ങളുണ്ട്. എന്തൊക്കെ നടക്കും, എങ്ങനെ, അതൊക്കെ നേരത്തെ എഴുതിയ തിരക്കഥയാണ് അല്ലെ. നേരത്തെ എഴുതിയ തിരക്കഥയാണ്. പക്ഷെ ലക്ഷ്മണൻ അറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വഞ്ചിക്കാൻ, അവനെ വഞ്ചിക്കാൻ. കാരണം കൂടെ നിന്നിട്ട് കാര്യം പറയുന്നില്ല. അതുകൊണ്ടാണ് അവനെ സൂചിപ്പിച്ചത്. പുഷ്കരോത്ഭവനെത്താൻ പ്രാർത്ഥിക്കാൻ നിമിത്തമായി അർക്കവംശത്തിൽ ഞാൻ മർത്യനായി പിറന്നത്. പുഷ്കരോത്ഭവം അല്ലെ, അത് ശരിക്കും ബ്രഹ്മാവ്, താമരപ്പൂവിൽ വിരിഞ്ഞ ആ ബ്രഹ്മാവ്. പിന്നെയോ അർക്കവംശത്തെ, അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യന് ഒരുപാട് പേരുണ്ട്. അതിലൊന്നാണ് അർക്കൻ. രവി എന്ന് പറയും, ഭാസ്കരൻ എന്ന് പറയും, പകലോൻ എന്ന് പറയും, ഇങ്ങനെ ഒരുപാട്, ദിനകരൻ എന്ന് പറയും, ഒരുപാട് പേരുകൾ. സർവസാക്ഷി എന്ന് പറയും, എല്ലാവർക്കും സാക്ഷി. നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല, സൂര്യൻ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോ അങ്ങനെ പല പേരുകൾ പറയും. ഇവിടെ അർക്കൻ, അർക്കനെ എന്നാണ് പറയുന്നത്. അർക്കവംശത്തിൽ എന്നാണ് സൂര്യവംശത്തിൽ പിറന്ന് ഞാൻ മനുഷ്യനായി പിറന്നു. മായാ മനുഷ്യനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയമേതും. വായിക്കുമ്പോ മുക്തിയും സിദ്ധിച്ചിടുമില്ല, സംശയമേതും വായിച്ച തീർന്നു. അപ്പൊ ഇന്ന് രാമായണം വായിക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല. കാരണം മുക്തി ലഭിക്കും, അതിന് സംശയമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ വായിക്കുന്ന ശൈലിയിൽ വ്യത്യാസം വന്നാല് മുക്തിയും സിദ്ധിച്ചിടുമില്ല, മുക്തി ഒരിക്കലും കിട്ടത്തില്ല എന്നാ. ഇപ്പോൾ മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയം, അവിടെ കോമ ഉണ്ട് എന്ന് കരുതി വേണം വായിക്കുവാൻ. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ. ആരെയാ? പാവപ്പെട്ട ലക്ഷ്മണനുണ്ടല്ലോ. പ്രാകൃത പുരുഷനെ പോലെ അകതാരിൽ നിർണയിച്ചവരജനോട് അരുൾ ചെയ്തിടിന പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ട് പോന്നു. ഒന്നും അറിയാത്ത ലക്ഷ്മണനോട് എല്ലാം അറിയുന്ന രാമൻ അല്ലെ, സർവം അറിയുന്ന രാമൻ, സർവജ്ഞനും സർവശക്തിമാനും അല്ലെ, എല്ലാമായിട്ടുള്ള സർവേശ്വരനുമായ രാമൻ ആ ലക്ഷ്മണനോട് ചോദിക്കുക, നീ ഒറ്റയ്ക്കാവില്ല, ആ സീതയെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ നീ ഇങ്ങോട്ട് എന്റെ അടുക്കലേക്ക് നല്ല കാര്യം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ചോദിക്കുക. കണ്ടക ജാതികൾക്ക് എന്തോ നൽകാത്തവർക്കാൽ ഈ രാക്ഷസവംശത്തിലുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുക. ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ആഹാ ലക്ഷ്മണ പരിത്രാഗി. അപ്പൊ ലക്ഷ്മണൻ പറയുക, ഇങ്ങനെ ശബ്ദം കേട്ടു, അങ്ങയുടെ ശബ്ദം കേട്ടു എന്ന് സീതാദേവി പറഞ്ഞു. ശരിക്കും ലക്ഷ്മണൻ കേട്ടില്ല, സീതയാ കേട്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങോട്ട് വന്നത്, കാട്ടിലേക്ക് വന്നത്. ഇത്തരം അത്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുഗ്ധഗാത്രിയും തവനാഥമെന്നുറക്കിയാൽ, തവനാഥമെന്ന് അവളെ ഉറച്ചത്, സീതയെ ഉറച്ചത്. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലപിച്ച് സത്വരം ചെന്ന് രക്ഷിക്കുന്നോ അരുൾ ചെയ്തു. ഇത്തരം നാദം മമ പ്രാതാവിനുണ്ടായവര ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതമിതിനൂനം കാൽക്ഷണം പൊറുക്കുന്നു ഞാൻ പല വിളിച്ചു. ഞാൻ പല തവണ പറഞ്ഞു നോക്കി, എന്ത് ചെയ്യാൻ? ജ്യേഷ്ഠത്തിൽ സമ്മതിക്കണ്ടേ അല്ലെ? ഒരു സാഹചര്യത്തിൽ സമ്മതിക്കുന്നില്ല. അവസാനം സഹി കെട്ടിട്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എനിക്ക് ഇങ്ങോട്ട് നന്നത്. നമ്മളാണെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെയായിരിക്കും വിശദീകരിക്കുക? നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും വിവരിക്കുക? ആദ്യം എന്താ പറയുന്നത്? ആദ്യത്തായിരിക്കും നമ്മൾ പറഞ്ഞു തുടങ്ങുക അല്ലെ, സീതയെ കുറിച്ചാണ്, സീതയുടെ വാക്കുകളെ കുറിച്ചായിരിക്കും. ഇവിടെ ലക്ഷ്മണന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലതിരി ചൊന്നേനെന്നത് കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതിരം. ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരി മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി തിരുമലരടി വന്ദിപ്പാൻ ഇവിടമുണ്ട്. എനിക്ക് ഇവിടെ അങ്ങയുടെ മുന്നിൽ നിന്ന് അത് പറയാൻ എനിക്ക് പ്രയാസമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ ഒരു 2 പേജ് അല്ലെ, 2 പുറം കവിയാതെ ഉപന്യസിക്കുക എന്ന് പറയുന്ന പോലെ 5 എന്ന് പറയുമ്പോൾ പലരും 5 പേജ് എഴുതുന്ന പോലെ നമ്മളൊരു അരമണിക്കൂർ അത് തന്നെ വിശദീകരിക്കാൻ നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി. ലക്ഷ്മണൻ ഒരു ന്യായീകരണവും ഇല്ല. അങ്ങയുടെ മുന്നിൽ അത് പറയാൻ പറ്റാത്ത സാഹചര്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും പിഴച്ചത് പോയത് സൗമിത്രേനി ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. മറ്റുള്ളവർ പലതും പറയും അല്ലെ, നമുക്ക് ആ ഈശ്വരബോധത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ആത്മീയത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മള് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണെന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അവരുടെ നാക്കിനെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. 1000 മണികളുടെ നാവടക്കിയിടാം, ഒരൊറ്റ മനുഷ്യന്റെ നാവടക്കിയിടാനാകുമോ എന്ന് കവി ചോദിച്ചതുപോലെ ഒരു മനുഷ്യന്റെ നമുക്ക് 1000 മണിയല്ല 10,000 കോടി മണിയുടെ നാവ് അടച്ചു വെച്ചാലും കെട്ടിവെച്ചാലും അല്ലെ എന്ന് പറഞ്ഞാൽ കിളിനാഥ കെട്ടിവെച്ചാലും ഒരു മനുഷ്യന്റെ നാവ് നമുക്ക് അടച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചിന്തയാണ് നമുക്ക് ഉണ്ടാകുക. ഒരാളുടെ ദുർവചനം കേൾക്കുമ്പോൾ അതിൽ നമ്മൾ കുടുങ്ങിപ്പോയത്. ആ മനുഷ്യൻ തളരുന്നത് വരെ, ക്ഷീണിക്കുന്നത് വരെ, രാവിലെ വെള്ളമുള്ളത് എത്ര സമയം പറഞ്ഞോട്ടെ എന്ന് കരുതിയ അവിടെ പ്രശ്നം തീർന്നു. അപ്പൊ ഇവിടെ ലക്ഷ്മണനോട് രാമൻ ചോദിക്കുന്നതാണ്,
അങ്ങനെ എന്താണ് ശങ്കയുണ്ടായിട്ടാമോ? അങ്ങനെ നിനക്ക് അങ്ങനെ ശങ്ക ഉണ്ടാകാമോ? അങ്ങനെയുള്ള സാഹചര്യം വന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആശങ്ക ഉണ്ടാകാമോ ദുർവചനങ്ങൾ കേട്ടാൽ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് പറയുന്നുള്ളൂ. ശരിക്കും പാടില്ല എന്നുള്ളതാണ്. രാക്ഷസ പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ച് കളകയോ. ആശ്രമത്തിൽ എത്തിയിട്ടില്ല. രാമനില്ല ആശ്രമത്തിൽ, ലക്ഷ്മണനും ആശ്രമത്തിലില്ല. ഇവര് കാട്ടിലേക്ക് അങ്ങോട്ട് നടന്നു പോയിരിക്കുകയാണ്. ഭരണാശ്രമത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് കാര്യമൊന്നും അറിയില്ല. ഇങ്ങനെ നിനച്ചുടഞ്ഞ അന്തർഭാഗത്തെങ്കിൽ ചെന്നെന്നുമേ നോക്കി കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ട്. ദുഃഖഭാവത്തിൽ പറഞ്ഞെന്നല്ല പറയുന്നത്, ആ വാക്ക് ശ്രദ്ധിക്കണം. ദുഃഖഭാവം കൈക്കൊണ്ട്. കാരണം എന്താ? മനുഷ്യനാണ് അല്ലെ? ആ പരമാത്മാവ് ആ സമയത്ത് മനുഷ്യനാകുക, മനുഷ്യനായിട്ട് ദുഃഖിക്കുക, ദുഃഖഭാവം കൈക്കൊള്ളുക. ദുഃഖമില്ല. കാരണം രാമനറിയാം സീതാദേവി എവിടെയുണ്ട്, അഗ്നി ഭഗവാനൊപ്പം ഉണ്ട്, അഗ്നിയിൽ കൊണ്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. മായാ സീതയാണ് കൊണ്ടുവരിക എന്ന് രാമന് മാത്രം അറിയാം, ലക്ഷ്മണൻ അറിയില്ല. ആ ലക്ഷ്മണന്റെ മുന്നിൽ തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ട വേദന, ദുഃഖം അതൊക്കെ പ്രകടിപ്പിക്കും. ആഹാ വല്ലഭേ സീതേ, ആഹാ മൈഥിലീനാഥേ, ആഹാ ജാനകി ദേവി, ആഹാ മൽപ്രാണേശ്വരി, എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ വെളിച്ചത്തു വന്നിടൂ മടിയാതെ. കുട്ടികൾ കളിക്കുന്നത് പോലെ അല്ല. ചില സമയത്ത് സീതാദേവി അങ്ങോട്ടൊക്കെ മാറി ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടി, ആശങ്കയെ ആഴ്ത്താൻ വേണ്ടി നിൽക്കുന്നത് പോലെ അങ്ങനെ വല്ല സംഭവിച്ചതാണോ? രാമന്റെ ഉള്ളിൽ നിന്ന് അത്തരം ചിന്തകൾ പറയുക. ഇത്തരം പറയുകയും കാനനം തോറും നടന്ന് അക്കൽ കൊണ്ട് അന്വേഷിച്ചും കാണാനും നിരസന. ഒരുപാട് ദുഃഖത്തോടെ അവിടെ മുഴുവൻ തെരഞ്ഞു. പക്ഷെ സീതയെ മാത്രം കണ്ടില്ല. അപ്പോഴാണ് രാമന്റെ വിലാപം. ആ സമയത്താണ് ഒരു മനുഷ്യന്റെ വിലാപം അല്ലെ? ഭാര്യയെ നഷ്ടപ്പെട്ട ഒരാൾ, അയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് വിലപിക്കുക അല്ലെ? ഭാര്യയോട് സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരും കുടുംബങ്ങളിൽ ജീവിക്കുന്നത്. ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഭർത്താവിന്റെ വിലാപം നമുക്കിവിടെ കേൾക്കാം. എന്താ പറയുന്നത്? വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊല്ലിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പത്മളാക്ഷിയായ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ശരിക്കും അവിടെയുള്ള പക്ഷികളോട്, അവിടെയുള്ള മൃഗങ്ങളോട്, ലതകളോട്, വള്ളികളോട്, സർവകാനനത്തിനോടും ഓരോ മണൽത്തരിയോടും രാമൻ അന്വേഷിക്കുക. വില്ലാപത്തോടുകൂടിയുള്ള രാമന്റെ അന്വേഷണമാണ് കേൾക്കുന്നത്. സർവേശ്വരൻ ആരാണ്? രാമനോട് എല്ലാം കാണുന്ന സർവദൃക്കാണ് അല്ലേ? എല്ലാ കണ്ണുകളും, ഓരോ മണൽത്തരിയും രാമന്റെ കണ്ണ, ഭഗവാന്റെ കണ്ണ. സർവദൃക്, സർവേശ്വരൻ, സർവജ്ഞൻ, സർവാത്മാവാം, സർവകാരണനേകൻ, അജലനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാല് ചലിക്കാത്തവനാണ്. പിന്നെയോ പരിപൂർണനാണ്, നിർമ്മലനാണ്, നിരാകാരനാണ്, നിരഹങ്കാരനാണ്. ഭഗവാന്റെ എല്ലാ സർവ്വഗുണങ്ങളെ കുറിച്ച് പറയാം. നിത്യൻ, ചിന്മയൻ, അഖണ്ഡാനന്ദാത്മകൻ, ജഗന്മയൻ, മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിഞ്ഞാൽ കാര്യമനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയും ഇല്ല, ജ്ഞാനം ഇല്ല. അപ്പൊ തത്വജ്ഞാനികൾക്ക്, അപ്പൊ നമ്മൾ അങ്ങനെ ആവണം. തത്വജ്ഞാനികളെ പോലെ ദുഃഖം വരുമ്പോൾ ഈ ദുഃഖത്തിന്റെ കാരണം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് ദുഃഖിക്കാതിരിക്കുക അല്ലെ? മരിച്ചു കഴിയുമ്പോൾ ആര് മരിച്ചാലും ശരിക്കും പറഞ്ഞാല് സനാതന ധർമ്മം പഠിപ്പിക്കാൻ മരിച്ചാൽ കരയാൻ പാടില്ല. എന്തുകൊണ്ട് കരയാൻ പാടില്ല? ജനിച്ചവൻ മരണമുണ്ട്. അപ്പൊ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തിരിച്ചു വരുമോ? പിന്നെ നമുക്ക് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, പ്രേമം പ്രകടിപ്പിക്കാൻ, വാത്സല്യം പ്രകടിപ്പിക്കാൻ ഒക്കെ ആവശ്യമൊക്കെ ആവാം. പക്ഷെ കരയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല, ആധാരമില്ല, അതുകൊണ്ടൊരു ഫലവുമില്ല. ആത്മാവിന് നല്ലതുണ്ടാവണേ, നന്മയുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന രാമരാമാന്ന് ജപിച്ചാൽ അല്ലെ, അമ്മയെ ശരണമെന്ന് പറഞ്ഞാൽ, ദേവീ ശരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പുണ്യം ഉണ്ടാവും. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോഴോ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രശാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്ത് കാണായിരു മധ്യേമർ. അങ്ങനെ ആശ്രമത്തിലേക്ക്, ഭരണാശ്രമത്തിലേക്ക് വരുന്ന വേളയിൽ കാണുകയാണ്. ഏതാണ്? രാവണന്റെ ആ രഥം പൊട്ടിപ്പൊടിഞ്ഞു പോയി അല്ലെ? ആ ജടായു പ്രതിരോധിച്ചു, ജടായു ആക്രമിച്ചു. ഒരിക്കലും ഇവിടുന്ന് കടത്തിവിടാതിരിക്കാൻ വേണ്ടി പരമാവധി അവസാന പ്രാണൻ പോകുന്നത് വരെ, അത്രയും നേരം പ്രാണൻ പോയിട്ടില്ല, എന്നാലും മൃതപ്രായനാകുന്നത് വരെ എന്ന് പറയുന്നത് ശരി, മൃതപ്രായനാകുന്നത് വരെ പ്രതിരോധിച്ചു. അക്രമിയായിട്ടുള്ള അല്ലെങ്കിൽ രാവണനെ എതിരെ ശരിക്കും പ്രതിരോധിച്ചു നിന്ന ആ ജടായു ഉണ്ടല്ലോ, ജടായുവിന്റെ ശരിക്കും നേരത്തെ രാമനും ലക്ഷ്മണനും സീതയും കൂടെ വരുമ്പോൾ മുമ്പൊരിക്കലും ആദ്യം കാണുമ്പോൾ ഈ ജടായു
ഏതോ ഒരു സത്വമാണ് അല്ലെങ്കിൽ രാക്ഷസ രൂപമാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, ഞാൻ വൈശ്യനാണ്, സമപ്രായക്കാരനാണ്, ഭക്തനാണ്, അങ്ങയുടെ പിതാവിന്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. ഇവിടെ ഈ രഥമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ പെട്ടെന്ന് രാമന്റെ മനസ്സിലുണ്ടാകുന്നത് സീതയും കൊണ്ടുപോയി ആ സമയത്ത് ഏതോ ഒരു രൂപമാണ്. പിന്നെ മായൊരു രഥം കാണടോ കുമാരന് തന്നെങ്കിൽ തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തു എന്നാ ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ ഏതോ രാക്ഷസൻ വന്ന് സീതയെ കൊണ്ടുപോയി, അപ്പോൾ വേറെ രാക്ഷസൻ വന്ന് അവര് തമ്മിൽ യുദ്ധമുണ്ടായി, അങ്ങനെ തകർന്നുപോയ രഥമാണ് എന്നൊക്കെ രാമൻ ചിന്തിക്കുകയാണ്. ജാനകി തന്നെ തിന്നു തൃപ്തനായോരിയാതും ദാനനം കിടക്കുന്നത് അത്ര നീ കണ്ടീലയോ. രാമൻ ലക്ഷ്മണനോട് പറയാ, കണ്ടില്ലേ ഒരു രാക്ഷസൻ കിടക്കുന്ന കണ്ടില്ലേ? ആരെയാ? ജാനകി കഴിച്ചിട്ട് തിന്നിട്ട് ഭക്ഷിച്ചിട്ട് കിടക്കുകയാണെന്നാണ് രാമൻ പറയുന്നത്. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വല്ല നിങ്ങാശുതം നീടുന്നത് കേട്ട നേരം വിത്രസ്ത ഹൃദയനായി വിഷമത്തോടെ പക്ഷിരാജൻ, അത് ശരിക്കും ജടായു പക്ഷിരാജനായ അവസാനം ആ മൃതപ്രായനാകുന്നത് വരെ രാവണനെതിരെ പോരാടിയ ആ ജടായു ആയിരുന്നത്, രാക്ഷസനായിരുന്നില്ല. വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതന് വിശേഷം. അങ്ങയുടെ സുഹൃത്തിന്, അങ്ങയുടെ പിതാവിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സുഹൃത്താക്കാം. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ടായിരുന്നു. സിദ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ പെട്ടെന്ന് ചെന്നു തടുത്ത് അവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും നെല്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രഹാസം കൊണ്ടത്. ആ സംഭവം അതേപടി വിശദീകരിക്കുക. ദുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായെന്ന് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ട്. അപ്പൊ ആ ഒരു വരം എന്താ? ഏത് വരമായിരുന്നു? സീതാദേവി നൽകിയ വരം. തന്റെ പതിയെ, തന്റെ ഭർത്താവിനെ, രാമനെ കാണുന്നതുവരെ ആയുസ്സുണ്ടാവട്ടെ, ജീവനോടിരിക്കട്ടെ, അതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. തൃക്കൺ പാർക്കണം എന്നെ കൃപയാ കൃപാനിധേ, എന്നെ കൃപാകടാക്ഷത്താൽ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ആ ഏത് നിമിഷവും മരിക്കാനായിട്ട് മരണാസനായി കിടക്കുന്ന ആ ജടായുവിന്റെ പ്രാർത്ഥനയാണ്. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം കൊണ്ട് ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ട് തലോഴിഞ്ഞ് ഞാൻ അവനുടൻ ദുഃഖാശ്രുതൻ കൈനത്തോടും കണ്ണീര് ഒഴുകുന്ന ആ കണ്ണുകളോടുകൂടി അടുത്തിരുന്നിട്ട് തന്റെ പിതാവിന്റെ അടുക്കൽ എങ്ങനെയാണ് ഇരിക്കുക, തന്റെ സഹോദരന്റെ അടുക്കൽ എങ്ങനെയാണ് ആ വേദനിക്കുന്ന സമയത്ത് ഇരിക്കുക, അതേപോലെ വേദനിക്കുന്ന ആ ജടായുവിനെ തന്റെ കരങ്ങൾ കൊണ്ട്, ചന്ദാമര പോലുള്ള ആ കരങ്ങൾ കൊണ്ടിട്ട് രാമൻ ഇങ്ങനെ തഴുകിയെന്നാ പറയുക. ചൊല്ലു ചൊല്ലവോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നത് കേട്ട് ചൊല്ലി ഞാൻ. രാമ പറഞ്ഞു, വല്ലഭയെ കുറിച്ചുള്ള നീ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, വിശ്വനായകനായിട്ടുള്ള ഈ രാവണനാണ്, രാക്ഷസ രാജാവായ രാവണനാണ് കട്ടുകൊണ്ട് പോയത് ദക്ഷിണ ദിക്കിലേക്കാണ്, തെക്കേ ദിക്കിലേക്കാണ് പോയത്. അത്തരമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പുണ്യപുരുഷ പുരുഷോത്തമതയാനിതേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുപരൻ ആനന്ദാത്മാ പരമാത്മാമായ മാനുഷ്യരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. എന്തിരുമേനികന ശ്യാമളമതിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വെള്ളം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായ ജ്ഞാനെന്ന് നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധു കുസുമ സമതൃക്കരതലം തങ്ങൾ ബന്ധുവത്സലമന്തം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമെല്ലാം. ആ ജടായുവിന്റെ അന്ത്യാഭിലാഷം, അങ്ങ് എന്നെ ആ ചന്ദാമരം പോലുള്ള ആ പൂ പോലുള്ള കൈകൾ കൊണ്ട് എന്നെ തലോടിയാൽ എനിക്ക് അങ്ങയുടെ കൃപാദങ്ങളിൽ അവസാനത്തെ അഭയം തേടാമല്ലോ. എന്തിരാ പതിയത് കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണം ആനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ തെളിച്ചു ജടായു മന്നിടം തന്നിൽ വീണ നേരത്തിലുവരെ കണ്ണുനീർ വാക്കു ഭക്തവാത്സല്യപരവശനാൽ അന്നോജനേത്രൻ പിതൃവിക്രമാം പക്ഷിത്രന്റെ ഉത്തമാംഗത്തെ എടുത്ത് ആ ഭൂമിയിലേക്ക്, മൃതപ്രായനായിരുന്ന ജടായു ആ സമയത്ത് മരിച്ചു. ആ സമയത്ത് ഭൂമിയിലേക്ക് വീണു. ആ ഭൂമിയിലേക്ക് വീണ ശിരസ്സെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ആരാണ്? ശ്രീരാമേന്ദ്രദേവൻ. അതാണ് അദ്ദേഹത്തിന്റെ വാത്സല്യവും സ്നേഹവും കാരുണ്യവും. എന്നിട്ട് തന്റെ സഹോദരനെ വിളിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു, ഇതിന്റെ ചിത എത്രയും പെട്ടെന്ന് ചിതയൊരുക്കണം, ദഹിപ്പിക്കുന്നതിന് സംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്യാം. എങ്ങനെയാണോ ഒരു പിതാവിന്റെ, ഒരു സഹോദരന്റെ, ഒരു ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സംസ്കാര കർമ്മങ്ങൾ നേർത്തു നൽകും, അതേപോലെ ആ ഒരു പക്ഷിരാജന്റെ സംസ്കാര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോപ്പുകൾ അവിടെ ഒരുക്കങ്ങൾ നടത്തി ശ്രീരാമചന്ദ്രദേവൻ സ്നാനവും കഴിച്ചു തകക്രിയാദിയും ചെയ്ത് കാനനെ തത്ര മൃഗം വധിച്ചു മാംസക്കണ്ണം പുല്ലിന്മേൽ വെച്ച് ജലാദികളും
നൽകിയിടിന്. പിതൃതർപ്പണത്തിന് സമാനമായിട്ട് തന്നെ എല്ലാ ഉദകക്രിയകളും അല്ലെ, കർക്കിടവാവിന് നമ്മൾ എല്ലാവരും അല്ലെ ചെയ്തിരുന്നു. ഓരോ പിതൃതർപ്പണം വീട്ടിലുള്ള പ്രായമുള്ളവരൊക്കെ ചെയ്തിരുന്നു, അച്ഛനൊക്കെ ചെയ്തിരുന്നു, അല്ലെ സഹോദരന്മാർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ആ ഒരു ജടായുവിന് വേണ്ടി ചെയ്യുകയാണ് ശരിക്കും ശ്രീരാമചന്ദ്രൻ. എന്താ ചെയ്തത്? നമ്മള് ഭക്ഷിക്കുന്നത്, നേരത്തെ രാമൻ പറഞ്ഞിരുന്നു, കാട്ടിലായതുകൊണ്ട് കാട്ടിൽ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് സമർപ്പണം ചെയ്യുക. കൊട്ടാരത്തിലാണെങ്കിൽ വിശിഷ്ട ബോധ്യങ്ങൾ ദശരഥന് വേണ്ടി സമർപ്പിക്കാനായിരുന്നു ഉദകക്രിയയോടൊപ്പം സംസ്കാര കർമ്മത്തിൽ അല്ലെ, പിണ്ടം വയ്ക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പക്ഷിരാജനായതുകൊണ്ട്, ഒരു പക്ഷിയായതുകൊണ്ട് അല്ലെങ്കിൽ അതിന് മാംസം ഇഷ്ടമായതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ മാംസമാണ് അതിന് നിവേദ്യമായി സമർപ്പിച്ചത്, പിണ്ടം വെച്ചത് എന്നാണ്. പക്ഷേ എന്തിന് അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്ത നേരം വിമാനം ആരോഗ്യ ബാസുരം ബാനുസന്നിപം ദിവ്യരൂപം പൂണ്ടൊരു ജടായു ശാഖാലി ഗടാപത്മകുട പീതാംബരാ ദിവ്യരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാര്. അപ്പോൾ പെട്ടെന്നൊരു വിമാനം പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു പാർഷദന്മാർ, വിഷ്ണുവിന്റെ സേവകന്മാർ, അതിൽ നിറയെ ശംഖുചക്ര കഥാപത്മങ്ങളോടുകൂടി എത്തി. അവര് ശരിക്കും ആ ഒരു സൂക്ഷ്മരൂപം, ജടായുവിന്റെ സൂക്ഷ്മമായിട്ടുള്ള ആത്മാവ് ശരിക്കും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിന്റെ ദിവ്യരൂപം തെളിഞ്ഞു എന്നർത്ഥം. ആ സമയത്ത് ജടായു ശ്രീരാമചന്ദ്രദേവനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യം, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നുള്ള ഇന്നത്തെ ചോദ്യം. പേപ്പർ അവിടെ ലഭ്യമാണ്. ഉത്തരം കിട്ടുന്ന എഴുതിയിടുക. അഗണ്യ ഗുണമാധ്യം അവ്യയ പ്രമേയം അഖിലജന സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം ഭരതമകം പ്രണതോസ്മി സന്തതം രാമം മഹിത കടാക്ഷേപിതാമരസുജം രഹിതാവതിസുഖമിരാമനോഹരം ശ്യാമളം ജടാം അവിടോജലം. രാമനെ വർണ്ണിക്കുക. ഇവിടെ ജടായുവിന്റെ സ്തുതിയാണ്. ആ ദിവ്യരൂപം സ്വീകരിച്ച, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ മടിയിൽ കിടന്ന ശരിക്കും മരണം സംഭവിക്കുന്നത് അല്ലെ, ഭഗവാൻ നെഞ്ചോടി ചേർത്ത് വെച്ചു. അപ്പൊ ആ ഒരു സന്ദർഭത്തില് ശരിക്കും ശ്രീരാമചന്ദ്രദേവനെ ജടായു സ്തുതിക്കുക. നമ്മൾ ആദ്യം കണ്ടു, രാമായണം തുടങ്ങുമ്പോൾ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള എന്തായിരുന്നു, ആരുടെയായിരുന്നു? സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രനാഥ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ സ്തുതിയായിരുന്നു ആദ്യം. പിന്നീട് തന്റെ പുത്രനെ കണ്ടിട്ട് ആ പുത്രന് പകരം മഹാവിഷ്ണുവിനെ കണ്ടപ്പോഴത്തേക്ക് കൗസല്യാദേവി എല്ലാം സ്തുതിച്ചു. പിന്നീട് മോക്ഷം നൽകിയപ്പോൾ അഹല്യാദേവി സ്തുതിച്ചു. അങ്ങനെ അവസാനം എന്താ, ഭരദ്വാജന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അഗസ്ത്യന്റെ അടുക്കൽ വന്നപ്പോ അഗസ്ത്യൻ സ്തുതിച്ചു. ഇപ്പോൾ ഇതാ ഇവിടെ ജടായു സ്തുതിക്കുന്നു. അതിനിടയിൽ നമുക്ക് നോക്കാം. ശ്യാമളം ജടാമകുടോജലം ചാപശരകോമള കരാപുരം പ്രണതോസ്മേകം രാമം. മനോഹരമായിട്ടുള്ള ഈ അമ്പുപില്ലൊക്കെ ധരിച്ചിട്ടുള്ള, കിരീടത്തിന് പകരം ജടയാകുന്ന മകുടത്തെ ധരിച്ചിട്ടുള്ള സുരപാദപൂല രചിത നിലയനം, ആ കൽപ്പവൃക്ഷം, സുരന്മാരുടെ ദേവലോകത്തുള്ള കൽപ്പവൃക്ഷം, ആ കൽപ്പവൃക്ഷത്തിന് സമാനമായിട്ടുള്ള സുരസഞ്ചയത്തെയും സകല ദേവതകളും സേവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിർമ്മലം കർമ്മകർമാധാരപ്യം ആധാരം നിർമാത്മാ രാമം പ്രണതോസ്മ്യകൻ രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളിൽ ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപരം. ആ വിഷ്ണുപദത്തിലേക്ക് നീ ഉയർന്നിരിക്കുന്നു. കാരണം നിന്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് അവിടേക്ക് എത്തിക്കുന്നത്. സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും സാരൂപ്യം. സാരൂപ്യം ഭക്തി, അല്ലെ സാരൂപ്യം നിനക്ക് ലഭിക്കും, അനുഗ്രഹം. എന്താണ് ഈ സാരൂപ്യം എന്ന് പറഞ്ഞാൽ? സായുജ്യം ലഭിക്കുക എന്ന് പറയല്ലേ, സ്വർഗത്തിലേക്ക് എത്തുക. അതിന് പല പല കടമ്പകളുണ്ട്. അപ്പൊ സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപമാകുക. ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുന്നതിന് സാലോക്യം. അപ്പൊ സാലോക്യം, സാരൂപ്യം. ഭഗവാന്റെ അടുക്കൽ എത്തുന്നത് സാമീപ്യം. അവസാനമാണ് സാഗരമാകുന്ന, സ്നേഹനിധിയാകുന്ന കരുണാസാഗരമായ ഭഗവാനിലേക്ക് ഒരു മഴത്തുള്ളിയായി, ഒരു ജലത്തുള്ളിയായിട്ട് വീഴുമ്പോൾ അതാണ് സായുജ്യം. പിന്നെ ആ ആത്മാവില്ല, പരമാത്മാവ് ആ ഒരു അവസ്ഥയിലേ ഉള്ളൂ, ഞാനില്ല. അതാണ് അവിടെ പറയുന്നത്. പക്ഷീദ്ര നിന്നെ പോലെ പരായണനായ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു പോലെ ആരാണോ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരാരായാലും തീർച്ചയായിട്ടും അവർക്ക് നിന്നെ പോലെ തന്നെ ആകാൻ പറ്റുമെന്ന് ഉദാഹരണം പറയാം. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി കിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ
ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കും. എവിടെ തിരിഞ്ഞോക്കിയാലും സീതയുണ്ടോ 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 എന്നിങ്ങനെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അന്വേഷിച്ച് നടക്കുന്നത്, അതേപോലെ സീതയെ തേടി നടക്കുകയാണ് രാമൻ. ലക്ഷ്മണനുണ്ട് കൂടെ. ലക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്ത വക്ഷസിവകനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്നൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ട പക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാൽ. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ജടായുവിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് സംശയിച്ചത്, ഇവിടെ അതേപോലെ രൂപത്തെ കണ്ട് സംശയിക്കുകയാണ്. കാരണം അതിന് തലയില്ല. അതിന്റെ തല എന്ന് പറയുന്നത് വയറ്റിനുള്ളില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ തലയില്ലാത്ത ഒരു രൂപം, പേടിപ്പിക്കുന്ന രൂപം. പക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാൽ. പക്ഷിയും മൃഗവുമല്ല, എത്രയും വിചിത്രമായ രൂപമാണ്. വക്ഷസി വക്രങ്കാൽ, തലയില്ലതാൽ വക്ഷസിലാണ്, അതിന് ശരിക്കും നെഞ്ചിലാണ് അല്ലെങ്കിൽ വയറു ഭാഗത്താണ് തലയിരിക്കുന്നത്. കയ്യോ കാലോ ഇല്ല. അപ്പൊ ആ രൂപം ഒന്ന് ആലോചിച്ചേ, കൈയില്ല കാലില്ല, തല കാണാൻ പറ്റുന്നില്ല. അങ്ങനെ രൂപം, വിചിത്ര രൂപം, പേടിപ്പെടുത്തുന്ന ഭയങ്കരമായ ഒരു രൂപം. തലി ഭുജമധ്യസ്ഥന്മാരായത് കുമാരൻ. നീണ്ട കൈകളുണ്ട്, ഒരു യോജന, ഇത്ര യോജന നീണ്ട കൈകളാണ്. അപ്പൊ കൈകൾ ഇങ്ങനെ കൂട്ടി വെച്ചാല് അതിനുള്ളിൽ, ആ കൈകൾ പുറത്തു വെച്ചാൽ അതിനുള്ളിലായി പോകും രാമനും ലക്ഷ്മണനും. അപ്പൊ അത് പറയുകയാണ്. ആകുലം അതൊന്നൊരു ലക്ഷ്മണനുര ചെയ്യാൻ പോരും വ്യാകുല ഭാവം എന്തിനു വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. ലക്ഷണം ഛേദിച്ചത് ദക്ഷിണഭുജന്റാണ്. അപ്പൊ ലക്ഷ്മണനാണ് ആ സമയത്ത് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് ആ കരങ്ങൾ, നമ്മളെ ഇപ്പൊ ഓർക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്താൻ പോകുന്ന, നമ്മെ ഇല്ലാതാക്കാൻ വരുന്ന കരങ്ങൾ ഛേദിച്ചു കളഞ്ഞേക്കുക. അപ്പൊ രാമന് ഒരു കരവും ലക്ഷ്മണൻ അടുത്ത കരം, 2 കരങ്ങൾ ഛേദിച്ചു. വീരനും അതിവിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മക്കുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരാൽ ഈ ഭുവനത്തിൽ ഉണ്ടായി കീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരിവരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാൻ. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക. എന്താ, നിങ്ങൾ ആരാണ്? എന്റെ കൈ ഛേദിക്കുക, എന്റെ കരങ്ങൾ ഛേദിക്കാം അത്രമാത്രം ശ്രേഷ്ഠരായിട്ടുള്ള നിങ്ങൾ ആരാണ്? അപ്പം രാമൻ തന്നെ പരിചയപ്പെടുന്നു. ദശരഥപുത്രനാണ്. കാര്യമൊക്കെ പറയുന്നു, സീതയുടെ കാര്യം പറയുന്നു. പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയെ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചീടിനേൻ കരങ്ങളും. ആരടാ വികൃത രൂപം ധരിച്ചോലുക, നീ ആരാണ്, നിന്റെ വികൃത രൂപത്തിന് കാരണമെന്ന് എന്ന് രാമൻ ചോദിക്കുന്നു. അത് സത്യമായിട്ട് പറയാൻ പറയുന്നു. അതിന് മറുപടി പറയുന്നു. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിൽ അമ്മാറു കാണായി വന്നു നിമിത്തമായി ഇരിപ്പൊരു ഗന്ധർവനകം. ഞാനൊരു ഗന്ധർവനായിരുന്നു. രൂപം യൗവനതർപ്പിതനായി സഞ്ചരിച്ചിടുങ്കാലം. സുന്ദരീ ജനമനോ ധൈര്യവും ഹരിച്ചതി. സുന്ദരനായൊരു ഞാൻ പിടിച്ചു നടക്കുമ്പോൾ. ഞാനിങ്ങനെ ചെറുപ്പത്തില്, അല്ലെ, ചെറുപ്പത്തിന്റെ വികൃതികൾ, യൗവനത്തിന്റെ വികൃതികൾ, ചോരത്തിളത്തില് പലതും കാണിക്കും. പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ ഞാൻ ഗന്ധർവനായ ഞാൻ ആ യൗവനകാലത്ത് ഇങ്ങനെ സുന്ദരികളോടൊക്കെ ഇങ്ങനെ ക്രീഡിച്ച് കളിച്ച് രസിച്ച് നടക്കുന്ന വേളയില് അഷ്ടാവക്ര മുനിയെ കണ്ടു. അഷ്ടാവക്രൻ, 8 വളവുകൾ ഉള്ളവനാണ് അഷ്ടാവക്രൻ. അങ്ങനെയുള്ള മുനിയെ കണ്ടു. ആ മുനിയെ കണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കളിയാക്കി, മോശമായി സംസാരിച്ചു. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചത്. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകന്നാൽ. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകി. പിന്നീട് എന്നോട് കാരുണ്യം തോന്നിയിട്ട് അതിന് അനുഗ്രഹം തന്നു. അതെന്താണ്? സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതന്റെ ശരതപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ. നീടുമല്ലോ ശാപം മോക്ഷം നിനക്കിടോ. എന്നാണോ ശ്രീരാമചന്ദ്രദേവൻ മനുഷ്യനായി അവതരിച്ച് ഇവിടെ നിന്റെ മുന്നിൽ എത്തുന്നത്? അങ്ങനെ ഒരു കണക്കുണ്ടല്ലേ, അങ്ങനെ ഒരു കർമ്മക്കണക്കുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹം അഷ്ടാവക്രമിന് നൽകിയിരുന്നു. അന്ന് നിനക്ക് മോക്ഷം ലഭിക്കും. അങ്ങനെ മോക്ഷം ലഭിക്കാതെ വികൃതരൂപമായി ആര് കണ്ടാലും ഭയപ്പെടുന്ന ഒരു ഭീകര സത്വമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വരുന്ന അദ്ദേഹത്തിന് ആ സമയത്ത് അത് കബന്ധനായി. കബന്ധം എന്ന് പറയുമ്പോൾ തന്നെ ശിരസില്ലാത്ത ഈ ബാക്കി ഭാഗം, ഹൃദയത്തിന്റെ ബാക്കി ഭാഗം ഉള്ളതാണ്. അപ്പൊ കബന്ധൻ എന്ന് പറയുന്ന വലിയ രാക്ഷസ രൂപത്തിലുള്ള ശാപമൂല രാക്ഷസനായതാണ്. ശതമന്യുവിനെ പാഞ്ഞടുത്തേ ദിരുക്ഷ ശതകോടിയാ തലയറുത്തു ശതമുഖൻ. എനിക്ക് തലയുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇന്ദ്രനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതേപോലെ പാഞ്ഞെത്തി. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? എന്റെ ശിരസ് മറച്ചു കളഞ്ഞു. വജ്രമേ കിട്ടും മമ വന്നീലവരണം അത്ഭുത സംഭവൻ മമ. തന്നൊരു വരത്തിനാൽ എനിക്ക് ബ്രഹ്മാവ് നേരത്തെ തന്നിട്ടുള്ള ആ വരത്തിനാൽ എനിക്ക് ഒരു മരണം ഉണ്ടായില്ല. തലയ്ക്ക് പോയി, പക്ഷെ എന്നിട്ടും മരണം ഉണ്ടായില്ല. വദ്യനല്ലായ മൂലം വൃത്തിക്ക് മകേന്ദ്രൻ ഉത്തമാഗത്തമ ഉച്ചയിലാക്കി. എന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ, കാരണം വരം തന്നിരിക്കുക, നീ മരിക്കില്ല എന്ന് ശ്രീരാമചന്ദ്രദേവൻ വരുന്നു. അന്നേ നിനക്ക് മരണമുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ എന്റെ തലയെടുത്തിട്ട് അർത്ഥെങ്കിലും അതെടുത്ത് വയറ്റിൽ വെച്ചു.
വക്രപാദങ്ങൾ മമ, വക്രമുഖവും പാദങ്ങളും കാലുകളൊക്കെ എന്റെ ഉദരത്തിലാണ്, കുഷിയിലാണ്. ഹസ്തയുഗ്മവും ഒരു ഭോജനായുധങ്ങളായി വർദ്ധിച്ചിടുന്നേനത്ര വൃത്തിക്ക് ചക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ അത്രയാണ് ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേ ഇത്ര നാൾ. ഞാൻ എല്ലാവരെയും പിടിച്ച് ഭക്ഷിച്ചുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞു. ഉത്തമോത്തമ ഒരുക്കുകയാണ്, നേരത്തെ പോലെ തന്നെ ചില ഒരുക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഇത് പറഞ്ഞു കൊടുക്കാമെന്നാണ് ഈ ഭാര്യയെ പോയ വഴിയെ കുറിച്ച് പറയാം. വിധിഗോത്രനെ ജ്വലിപ്പിച്ച് അഗ്നി ധരിച്ചു. സൗമിത്രി വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി. തദ്ദേഹത്തിങ്കിൽ നിന്ന് ഉത്തിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മത സമാനനെ പെട്ടെന്ന് ഈ വിചിത്ര ജന്തു പോലുള്ള ഈ കബന്ധനെ, ഭയങ്കരമായ രൂപമായിരുന്ന കബന്ധന് കാമദേവ സമാനനായി, ഏറ്റവും വലിയ സുന്ദരനായി മാറി. സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു ഭൂമി തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വികസനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരപാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി. അതിനുശേഷം നേരത്തെ ജടായു സ്തുതിച്ചു, അതിനുശേഷമുള്ള രണ്ടാമത് സ്തുതി വരുന്നത് കബന്ധന്റെ സ്തുതിയാണ്. കബന്ധനും സ്തുതിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗം നോക്കി നമുക്ക് ചുരുക്കാം. എന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞു കൂടാവതല്ലെന്നാകിലും എന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. മനുഷ്യരെ എല്ലാവർക്കും നമുക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. അന്ധതയാണ് മോഹവും മായയിൽ കുടുങ്ങി അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഇതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. തത്വം ആർക്കും ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അന്തവും ആദിയും ഇല്ലാതൊരു പരബ്രഹ്മം. അന്തവുമില്ല, ആദിയുമില്ല, അല്ലെ? ആദി മധ്യ അന്തം, 3 ഭാഗമുള്ളത്. നമുക്ക് മധ്യം മാത്രമേ ഉള്ളൂ, അല്ലെ? നാളെ ഉണ്ടോ അറിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നു അറിയില്ല. ഈ മധ്യഭാഗം മാത്രമേ നമുക്കുള്ളൂ. ഇത് ആദിയും മധ്യവും അന്തവും ഒക്കെയുള്ള ഒന്നേ ഒന്നാണ് പരമാത്മാവ്. അന്തരാത്മനി തെളിഞ്ഞുണർന്ന് വസിക്കണം, അന്ധകാരങ്ങളവൻ ആനന്ദമുദിക്കണം, ഗന്ധവും അറ്റുമോക്ഷ പ്രാപ്തിയും അരുളണം. എപ്പോഴാണോ നമ്മുടെ ഈ ഗന്ധങ്ങൾ ഇല്ലാതാവുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ബന്ധിപ്പിക്കുന്നത്, ആ കുടുക്കലാണ് നമ്മളെ കുരുങ്ങുന്നത്. സംസാര സാഗരത്തിൽ കുരുങ്ങി അത് ഇത് എല്ലാം എന്റെയാണ് എന്ന് പറഞ്ഞ് ആത്മാവിനെ ഒഴിച്ച് മറ്റുള്ളതെല്ലാം തിരിച്ചറിയുന്നു, ആത്മാവിനെ മാത്രം തിരിച്ചറിയാത്ത അവസ്ഥ. അങ്ങനെ പിന്നീട് പറയുകയാണ്, നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയ ലോകം ജ്ഞാനമോഹവശാൽ ആരൂപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഐരണ്യമത് വിരാട് പുരുഷനതി സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും. നമ്മൾ മരിക്കുമ്പോൾ തേജസ്സൻ എന്ന് പറയുന്ന രൂപത്തിൽ പ്രാണൻ പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ വിരാട് പുരുഷൻ എന്ന് പറയുന്ന എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ സൂക്ഷ്മമായും സ്ഥൂലമായും, ഏറ്റവും ചെറുതായിട്ടും ഏറ്റവും വലുതായി. കഠോപനിഷത്ത് പറയും അണോരണീയാൻ മഹതോ മണിയാൻ. അണുവില് ഏറ്റവും പരമാണുവായിട്ടിരിക്കുക, വലുതില് അതിലും വലുതായിട്ടിരിക്കുക. അതാണ് ഈ ഭാഗത്ത് കബന്ധന്റെ സ്തുതിയിൽ പറയുന്നത്. സന്നയം എന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാകുമാനാകിയ ഭഗവാന്റെ അംഗങ്ങളല്ലോ 14. ഈ ലോകം, കാണുന്ന ലോകം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ 14 ശരീരഭാഗങ്ങളാണ്. ശിരസ് മുതൽ ഉത്തമാംഗം മുതൽ പാദം വരെയുള്ള എന്താ പറയണ്ടേ ഭാഗങ്ങൾ, ശരീര അവയവങ്ങളാണ്. ഈ ഭാഗവതത്തെ കുറിച്ച് പറയും 12 സ്കന്ധങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ 12 അവയവങ്ങളാണ് എന്ന് പറയും. ഇവിടെ ഈ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ അവയവങ്ങളാണ് എന്ന് പറയുകയാണ്. നദികളെല്ലാം തവനാടികൾ, അങ്ങനെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് പറയുക, അത് പറഞ്ഞ് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ചുരുക്കിയാണ്. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേരി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം. അപ്പൊ താരക ബ്രഹ്മ കഴിഞ്ഞ ദിവസം ആദ്യം സൂചിപ്പിച്ചതാണ് രാമ മന്ത്രത്തിന്റെ, അല്ലെ? അതൊരു പേരാണ്. ആ പേര് ഒരേ സമയം പേരും നാമവുമാകുന്നു, അത് മന്ത്രവുമാകുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നാരായണ എന്ന് പറയുന്ന ആ മന്ത്രത്തിൽ നിന്നും നമശിവായ എന്ന മന്ത്രത്തിൽ, അപ്പൊ രാമ എന്നുള്ളത് ഈ 2 മന്ത്രത്തിൽ നിന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. വൈഷ്ണവ ശൈവ തേജസ്സുകളെ സംഗമിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. താരക ബ്രഹ്മം ഈ കലികാലത്തില് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് രാമരാമ. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ? അവിടെ നിന്ന് ഈ രാമമന്ത്രത്തിലൂടെ കാട്ടുകള്ളാവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉയരത്തിലേക്ക്, ഈശ്വരത്വത്തിലേക്ക് ഉയർന്ന മാതൃകയായിട്ട് ആ രത്നാകരൻ നമ്മുടെ മുന്നിലുണ്ട്. സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി. പരമേശ്വരനായത് അറിഞ്ഞ വഴി പോലെ ഈ പരമാത്മാവ് പരബ്രഹ്മം എല്ലാം നീ തന്നെയാണ്, വേറെയല്ല. നമ്മള് എന്താ പറയണ്ടേ, ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ എന്നൊക്കെ പല പേരിട്ട് പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂടി
മുഴുകിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരം, മഹാമായാകുന്ന മോഹമാകുന്ന അന്ധകാരം, ആ അന്ധകാരത്തെ പെട്ടുപോയാൽ ഒരിക്കലും ഈ സത്യത്തെ, ഈ തത്വത്തെ ഒന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് അവസാനം അത് ആ സ്തുതി ചുരുക്കുകയാണ് കബന്ധൻ. രാമഭദ്രായ പരമാത്മനെ നമോ നമ, രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ, പാഹിമാം ജഗന്നാഥ പരമാനന്ദ രൂപ, പാഹി സൗമിത്ര സേവ്യ പാഹിമാം ദയാനിധേ, നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം. നിന്റെ മഹാമായ, നിന്നിലുള്ള അല്ലെങ്കിൽ നിന്റേതായിട്ടുള്ള മഹാമായ ഉണ്ടല്ലോ, ആ മഹാമായ ഒരിക്കലും എന്നെ മോഹിപ്പിക്കരുത്. ഈ സംസാര സാഗരത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ എന്നെ ഇല്ലാതാക്കരുത്. അല്ലെ, മഹാവിദ്യയും ആ ഭഗവതിയാണ്. മഹാവിദ്യ, മഹാമായ, മഹാമേധാ, മഹാസ്മൃതി, മഹാമോഹ ഭഗവതി, മഹാദേവി, മഹേശ്വരി, ദേവി മഹാത്മ്യം പറയുന്ന പോലെ അത് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. ആ സമയത്ത് ഭഗവാൻ പറയുക, സന്തുഷ്ടനായി തവ സ്തുത്യാ നിശ്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവൻ അൽപതം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതന യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കണി മൽപ്രസാദത്താലോ. എന്താ? യോഗീന്ദ്രന്മാർക്ക് ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന, തപസ്സനുഷ്ഠിക്കുന്ന, വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന, ഉപവാസം അനുഷ്ഠിച്ച് ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്ന, വസ്ത്രം വേണ്ടെന്ന് വയ്ക്കുന്ന, ധ്യാനം മാത്രം കൈമുതലാക്കിയ ആ യോഗീന്ദ്രന്മാർക്ക് പോലും നേടാൻ പ്രയാസമായ പരമപദം, വിഷ്ണുപദം നിനക്ക് ലഭിക്കുന്നു എന്നാണ് കബന്ധനോട് ഭഗവാൻ പറയുകയാണ്. ആനന്ദം പ്രാപിക്കണി മൽപ്രസാദത്താലോ, അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാ ഞാൻ സ്തോത്രം ഭക്തിയ. നമുക്കും തന്നു അതിന്റെ കൂടെ അനുഗ്രഹം. എന്താണ്? സ്തോത്രം ഭക്തിയ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല. സംശയം, മുക്തി സംഭവിച്ചിടുമില്ല. മനഃപൂർവ്വം വായിച്ചതാണ്, അങ്ങനെയല്ല. മുക്തി സംഭവിച്ചിടുമില്ല എന്നുള്ള വാക്ക് അങ്ങനെ വായിക്കാൻ പാടില്ല. മുക്തി സംഭവിച്ചിടും ഇല്ല, സംശയമില്ല കാര്യത്തിൽ എന്ന് ഭക്തരായിട്ടുള്ള നമുക്കും ഭഗവാൻ അനുഗ്രഹം നൽകിയാണ്. ഭക്തനാം നിനക്കഥപ്പതനമിനി വര. ഒരിക്കലും നിനക്ക് ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ, ഞാൻ അമ്മയുടെ ഭക്തനാണെന്ന് തീരുമാനിച്ചാൽ, ആ ഉറപ്പുണ്ടായാൽ, ബോധ്യം വന്നാൽ പിന്നെ നമുക്ക് താഴാൻ പറ്റില്ല. കാരണം അമ്മ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവം നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ ജ്ഞാനവും വിജ്ഞാനവും അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. ആ ബോധ്യം ഉണ്ടാവണമെന്ന് മാത്രം. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവ ശ്രേഷ്ഠൻ മംഗലം വരുത്തുവാനായി തൊഴുതു ചൊല്ലിയിടി ഞാൻ. മുമ്പിലം മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനിയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. അപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു തരാം, വഴി പറഞ്ഞു തരാം. ഈ കബന്ധൻ ആദ്യം തന്നെ ഭഗവാനോട് പറഞ്ഞിരുന്നു. അവസാനം പറയുകയാണ്, നേരെ തെക്കോട്ട് പോവുക, അവിടെ മതങ്കാശ്രമം അല്ലെ, അവിടെ ഉണ്ട്. ആ മതങ്കാശ്രമത്തിൽ വസിക്കുന്നുണ്ട് ശബരീ തപസ്വി. എല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ തനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് നാളെ ആ കഥ, നമുക്ക് ശബരിയുടെ കഥ നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ ചോദ്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ആരാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ പ്രതിരോധിച്ചത് അല്ലെ? സീതാദേവിയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചത്, തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം എത്രയും പെട്ടെന്ന് ഉത്തരം എഴുതുക. ഇന്ന് കീർത്തനാലാപനം ഇവിടെ ഉടനെ തന്നെ ആരംഭിക്കും. അതിനുശേഷം നറുക്കെടുപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക്, ഏത് കാര്യങ്ങളിലേക്കാണ്, ഈ ഭക്തിയുടെ ആലാപനത്തിലേക്കൊക്കെ കൈപിടിച്ച് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. പാട്ടുപാടുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അമ്മയുടെ നടയിൽ വരുന്നത് പാടാൻ കഴിയുക, അത് സമർപ്പിക്കാൻ കഴിയുക, അതൊക്കെ വലിയ അനുഗ്രഹമാണ്. 1,00,000 പേര് ഒരാൾക്ക് പോലും ലഭിക്കാത്ത വലിയ അനുഗ്രഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും അത്തരം കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധിക്കുക. ദേവസ്വത്തിന് അത്തരം കാര്യത്തിൽ ഒരുപാട് ചെയ്യാൻ പറ്റും. നമുക്കൊരു വലിയ കല, ഒരു ആത്മീയ കല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, സംഗീത വിദ്യാലയമൊക്കെ തുടങ്ങി പാവപ്പെട്ട ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് അത്തരത്തിൽ വഴികാട്ടാനും ഒരുപാട് വിശിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്ന ദേവസ്വത്തിന് കഴിയുമെന്ന് ആശിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ, അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി ശ്രീ സതീഷ് ആലപ്പുഴ. നമ്മുടെ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമീക്ഷയോടനുബന്ധിച്ച് രാമായണ കഥാമാതിരി നിർവഹിച്ച
ശ്രീ സതീഷ് ആലപ്പുഴയ്ക്ക് കടിച്ചുള്ള ദേവസ്ഥത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുകയാണ്. അതേപോലെ ഇനി നടക്കുവാൻ പോകുന്ന കീർത്തന ആലാപനമാണ്. ഇതിലേക്കായി അനന്യ പി അനിലിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്.